ഇപ്പൊ ദേവസ്വം ബോർഡ് മന്ത്രിക്ക് പോലും അറിവുണ്ടായില്ല ഇങ്ങനെ മതപാഠശാലയ്ക്ക് ബഡ്ജറ്റ് തുകയുണ്ടെന്ന്. മന്ത്രിക്ക് പോലും അറിയില്ല. കാരണം ഓംബുഡ്സ്മാന് ഞാൻ ചെന്നപ്പോൾ എന്നോട് ചോദിച്ചിരിക്കുന്നത് ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്നാണ്. ഒരു സമുദായത്തിനോട്, ഹൈന്ദവ സമുദായത്തിനോട് കാണിക്കുന്ന ഒരു വിശ്വാസ വഞ്ചന തന്നെയാണ് ഇത് പറയാതെ വയ്യ. കാരണം മറ്റെല്ലാ മതവിഭാഗങ്ങളും സംഘടിച്ച് നേടിയെടുക്കാൻ ഹൈന്ദവ സമൂഹം മുന്നോട്ട് വന്നാൽ മാത്രമേ ഇവിടെ നീതി കിട്ടൂ എന്നുള്ള ഒരു സ്ഥിതിയാണ് കേരളത്തിലുള്ളത്. മതം സത്യത്തിൽ മതപാഠശാല എന്നുള്ള പേര് തന്നെ നമുക്കങ്ങ് മാറ്റിവെച്ചിട്ട് ആധ്യാത്മിക പഠന ക്ലാസ് മതി. നമ്മൾ മതത്തിന്റെ ഒന്നും വക്താക്കളൊന്നുമായിട്ട് മാറാൻ നിൽക്കണ്ട. നമുക്ക് മതത്തിനേക്കാൾ ഉപരി നമുക്ക് ധർമ്മമാണ് വലുത്. ധർമ്മപാഠ ക്ലാസ്സാണ് നമുക്ക് ആവശ്യം. സത്യത്തിൽ ഓരോ ഹിന്ദുവും തല കുനിക്കേണ്ടത് തന്നെയാണ്. ഹൈന്ദവ സംഘടനകൾ മുൻകൈയെടുത്ത് അങ്ങ് പറഞ്ഞതുപോലെ കോടതിയിൽ കക്ഷി ചേർന്നുകൊണ്ട് ഇതിന് ഒരു പരിഹാരം ഉണ്ടാക്കേണ്ടത് തന്നെയാണ്. നമുക്ക് 140ഓളം MLA-മാരുണ്ട്. ഇവരോട് ആരോടെങ്കിലും അങ്ങ് ഈ വിഷയം സംസാരിക്കുകയോ അവരാരെങ്കിലും ഈ വിഷയം നിയമസഭയിൽ ഉന്നയിക്കുകയോ ചെയ്തിട്ടുണ്ടോ? അല്ല, ഇതിനെ സംബന്ധിച്ച് നമുക്ക് ചിന്തിക്കുമ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹിന്ദുവിന്റെ ഒരു വിഷയവും അല്ലെങ്കിൽ ഹൈന്ദവ സമൂഹത്തിന് ആധ്യാത്മികമായി പുരോഗതി ഉണ്ടാകുന്ന ഒരു വിഷയവും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ഒരു MLA-മാരും ഉന്നയിക്കില്ല എന്നുള്ള. പണ്ട് പുരാണ പാരായണം ചെയ്യുന്ന ആളുകൾക്ക് പെൻഷൻ ഉണ്ടായിരുന്നു. അത് സാംസ്കാരിക വകുപ്പിൽ നിന്നാണ് കൊടുത്തോണ്ടിരുന്നത്, സാംസ്കാരിക ക്ഷേമനിധി നിന്നാണ്. ഒടുവിൽ അതിനകത്ത് എന്തോ ക്രമക്കേടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് 2017 ഈ പുരാണ പാരായണക്കാരുടെ പെൻഷൻ എല്ലാം കട്ട് ചെയ്തു. ഇതുപോലും ചോദ്യം ചെയ്യാൻ അവിടെ ആരും ഇല്ലാതെ പോയി. ഇനി അപ്പം നമ്മൾ എന്ത് ചെയ്തു? ഈ പറയുന്ന ഒരു MLA ഇപ്പം ഹിന്ദുവിന് വേണ്ടി ദേവസ്വം ബോർഡ് എന്ത് ചെയ്യുന്നു ചോദിച്ചാൽ അപ്പൊ മന്ത്രി നിയമസഭയിൽ വായിക്കും, ദേവസ്വം ബോർഡിന്റെ ബഡ്ജറ്റിൽ മതപാഠശാലയ്ക്ക് ഇത്ര കോടി രൂപ പ്രതിവർഷം വെക്കുന്നുണ്ട്, കഴിഞ്ഞു. ഇനി അത് എന്ത് ചെയ്തു എന്ന് ചോദിക്കാൻ വേറെ MLA ഇല്ല. അങ്ങനെ ചോദിക്കുമ്പോഴല്ലേ അതിന്റെ വിശദമായ കണക്ക് വരത്തുള്ളൂ. ഇത് ബഡ്ജറ്റ് വെക്കുന്നുണ്ട്, അപ്പൊ ദേവസ്വം ബോർഡ് മതപാഠശാല നടത്തുന്നുണ്ട് എന്ന് നിയമസഭയിൽ റെക്കോർഡാവും. പക്ഷെ ജനങ്ങൾക്ക് വല്ല പ്രയോജനമുണ്ടോ? സത്യത്തിൽ നമ്മുടെ കണ്ണിൽ ശബ്ദിക്കാൻ, ഹിന്ദുവിനെ വേണ്ടി ശബ്ദിക്കാൻ ഒരു രാഷ്ട്രീയ പ്രതിനിധികളും ഇല്ല. ബഹുമാനപ്പെട്ട കോടതി മാത്രമാണ് ശരണം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു, അല്ലെ? അതിന് നല്ലൊരു എവിഡൻസ് നമുക്ക് പറയാനുള്ളത്, ഈ കോവിഡ് കാലം വന്നപ്പോ മറ്റു മതവിഭാഗത്തിൽപ്പെട്ട ആധ്യാത്മിക മേഖലയിലുള്ളവർക്കൊക്കെ ഗവൺമെന്റ് പലതരത്തിലുള്ള സഹായങ്ങൾ കൊടുത്തു. വിശേഷിച്ച് 1000 രൂപ 2000 രൂപ വെച്ചൊക്കെ കൊടുത്തത് നമ്മൾ കണ്ടു. എന്നാൽ ഈ പ്രൈവറ്റ് ക്ഷേത്രങ്ങളിൽ ജോലി ചെയ്യുന്ന പൂജാരിമാര്, ഈശാന്തിമാര്, കഴകക്കാര്, തളി ജോലി ചെയ്യുന്നവര്, തൂപ്പുകാര്, അങ്ങനെ അതുപോലെ സർപ്പം പാട്ട്, സോപാന സംഗീതം, ഇങ്ങനെ നമ്മൾ നോക്കിയാൽ ഒരു 10-15 ലക്ഷം ആളുകൾ ഈ കേരളത്തിലുണ്ട്. ഓർക്കണം, 10-25,000 പ്രൈവറ്റ് ക്ഷേത്രം നമുക്കുണ്ട്. ഈ 25,000 ക്ഷേത്രത്തിൽ ഈ ജീവനക്കാർക്ക് ഒരു സഹായവും ഇല്ല. അവരവരുടെ പ്രായം കഴിഞ്ഞു, ജോലി ചെയ്യാൻ വയ്യാത്തൊരവസ്ഥ വന്നാൽ പിന്നെ അവർക്ക് 10 പൈസ കൊടുക്കാൻ ആരുമില്ല. അതുപോലെ മതപാഠശാല അധ്യാപകര്, ഈ സപ്താഹയജ്ഞ മേഖലകളിൽ പാരായണം ചെയ്യുന്നവര്, വാദ്യമേളങ്ങൾ കൈകാര്യം ചെയ്യുന്നവര്, ഇവരെല്ലാം ആധ്യാത്മിക പ്രവർത്തകരല്ലേ? പ്രഭാഷണം നടത്തുന്നവര്, ഇവരെല്ലാം ആധ്യാത്മിക പ്രവർത്തകരാണ്. ഒരു വലിയ സംസ്കാരത്തെ വരും തലമുറയ്ക്ക് പകർന്നു കൊടുക്കാൻ വേണ്ടി അക്ഷീണം പ്രവർത്തിക്കുന്ന ഒരു വലിയ വിഭാഗമുണ്ട്. ആ വിഭാഗത്തിന് ഒരു സഹായവുമില്ല. അങ്ങനെയാണ് ഞാനത് ഇടപെട്ടുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് 2019 ഒരു ഹൈന്ദവ ആധ്യാത്മിക ക്ഷേമനിധി ബോർഡ് രൂപീകരിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിവേദനം കൊടുത്തു. ആ നിവേദനം കൃത്യമായിട്ട് മുഖ്യമന്ത്രി ദേവസ്വം വകുപ്പിന് അയച്ചു കൊടുത്തു. ദേവസ്വം വകുപ്പ് അത് കൈകാര്യം ചെയ്തു. പക്ഷേ അന്നിരുന്ന മന്ത്രിക്ക് അത്ര താല്പര്യമൊന്നും തോന്നിയില്ല. എങ്കിലും അവിടുത്തെ ഉദ്യോഗസ്ഥരുമായിട്ട് ബന്ധപ്പെട്ടു. ആ ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോൾ എന്നോട് അതിന്റെ പ്രോജക്റ്റ് ചോദിച്ചപ്പോൾ ഞാൻ അതിന് കൃത്യമായിട്ട് പ്രോജക്റ്റ് കൊടുത്തു. വേറൊന്നുമല്ല, ഈ 10-25,000 ക്ഷേത്രം കേരളത്തിലുണ്ട്. ഈ ക്ഷേത്രങ്ങളിലൊക്കെ ഓരോ വർഷവും പിരിക്കുന്ന തുക എത്രയാണ്? ഉത്സവത്തിനായാലും മറ്റു പല കാര്യങ്ങൾക്കുമായിട്ടും ഒരു പഞ്ചായത്തിലെ കണക്കെടുത്താൽ പോലും കോടികളാണ് ഒരു വർഷം ഉത്സവത്തിന് വേണ്ടി പിരിയുന്നത്. പക്ഷെ 10 പൈസയുടെ പ്രയോജനം ഹിന്ദു സമൂഹത്തിനുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് പറയുന്നില്ല. കാര്യം എന്താ? കുറെ കലാകാരന്മാർ കിട്ടുന്നുണ്ട്, മറ്റു പലതരത്തിലുള്ള കുറെ ആൾക്കാർക്ക് കിട്ടുന്നുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ ഒരാൾക്കൊരു വീട് വെച്ച് കൊടുക്കാനോ അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ വിദ്യാഭ്യാസം നടത്താനോ ഒരു രോഗിയായ ഒരാൾക്ക് കൊടുക്കാനോ ഒന്നും നമുക്ക് കഴിയുന്നില്ല. അപ്പൊ നമ്മൾ പറഞ്ഞു, ഇങ്ങനൊരു ക്ഷേമനിധി ബോർഡ് ഉണ്ടാക്കുമ്പോൾ ഒരു ക്ഷേത്രത്തിൽ പിരിക്കുന്ന തുകയുടെ 3 മുതൽ 5 വരെ ശതമാനം തുക ഈ ക്ഷേമനിധി ബോർഡിൽ അടച്ചാൽ എത്ര കോടി രൂപ നമുക്ക് വരും? അത്രയും കോടി രൂപ അവിടെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു 60 വയസ്സ് കഴിഞ്ഞവർക്ക് ഒരു 3000 രൂപ വെച്ച് പെൻഷൻ കൊടുത്താലും പിന്നെയും കോടികളോട് അവശേഷിക്കും. ഇത് ഒരു വർഷം കൊണ്ട് തീരുന്ന വരുമാനമല്ല. എല്ലാ വർഷവും ഈ പറയുന്ന ഉത്സവങ്ങളും കാര്യങ്ങളും ഉണ്ട്, പിരിവുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് ഇത് വർഷാവർഷം വരുന്ന ഒരു എമൗണ്ട് ആണ്. ഇത് കൂടാതെ നമ്മുടെ CSR ഫണ്ട് കൊടുക്കുന്ന കുറെ സംഘടനകളൊക്കെ ഉണ്ടല്ലോ. മറ്റു പലതരത്തിൽ ആ
ആ ക്ഷേമനിധി ബോർഡിലേക്ക് വരുമാനം വരുത്താം. അങ്ങനെ വന്നാൽ നമ്മുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസ സഹായം കൊടുത്തുകൂടെ? രോഗിയായ കുട്ടികളെ അല്ലെങ്കിൽ ആൾക്കാരെ സഹായിച്ചുകൂടെ? അതുപോലെ തന്നെ വീടില്ലാത്തവർക്ക് വീട് വെച്ചു കൊടുക്കാൻ പദ്ധതി പ്ലാൻ ചെയ്തുകൂടെ? ഇന്നിപ്പോ നമുക്കറിയാം മദ്രസ ക്ഷേമനിധി ബോർഡിന് എന്തെല്ലാം ആനുകൂല്യമുണ്ട്, എത്ര വരുമാനം ഉണ്ടായിട്ടാണ്. ഇത് നമുക്ക് പൈസ ഇങ്ങോട്ട് തരണ്ട, നമ്മുടെ ക്ഷേത്രങ്ങളിൽ വരുന്ന തുകയുടെ. അതായത് ഹിന്ദുവിന്റെ കാണിക്ക എടുത്തിട്ട് എന്ത് ചെയ്യുന്നു എന്ന് ഇന്നും ഹിന്ദുവിന് അറിയില്ല. അത് ഏത് ചോദിക്കാൻ അവകാശമില്ല. മതപാഠശാലകൾക്കാണ് കൊടുക്കുന്നതെന്ന് നമുക്കറിയില്ല. പക്ഷെ ഹിന്ദു പഠിക്കാൻ പാടില്ല, ഹിന്ദു മതം പഠിക്കേണ്ട, ഹിന്ദു ആധ്യാത്മിക ആചാര്യന്മാർക്കൊന്നും യാതൊന്നും കിട്ടണ്ട എന്നുള്ള ഒരു നിലപാടുണ്ട് എന്ന് പറഞ്ഞാൽ അങ്ങ് സമ്മതിക്കുമോ? ദേവസ്വം ബോർഡിന് അതാണ് നിലപാട് എന്ന് മാത്രവുമല്ല, ഒരിക്കലും ഈ വിഭാഗത്തിലുള്ളവർ സംഘടിക്കരുതെന്ന് അവർക്ക് ആഗ്രഹമുണ്ട്. കാരണം ഈ ക്ഷേമനിധി ബോർഡ് 2019 അപേക്ഷ കൊടുത്തു, അത് അന്വേഷണം നടത്തി, ഒടുവിൽ ദേവസ്വം വകുപ്പ് ഇത് നല്ലതാണെന്നും ഇത് നടപ്പാക്കാൻ കഴിയുന്നതാണെന്നും കാണിച്ചുകൊണ്ട് തൊഴിൽ വകുപ്പിന് കൊടുത്തു. ഈ ക്ഷേമനിധി ബോർഡ് രൂപീകരിക്കാൻ വേണ്ടി തൊഴിൽ വകുപ്പിന് ആ ഫയൽ അയച്ചു കൊടുത്തു. ഇപ്പോഴും ആ ഫയൽ തൊഴിൽ വകുപ്പിൽ ഉണ്ടെന്നാണ് എന്റെ വിശ്വാസം. ഒടുവിൽ ഒന്നും നടക്കുന്നില്ല. അങ്ങനെയാണ് ഞാൻ ഈ പറഞ്ഞ MLA മാരെയൊക്കെ കാണാൻ പോയത്. ശ്രീ കെ വി ഗണേഷ് കുമാർ ഉൾപ്പെടെ, ശ്രീ PS സുബാൻ ഉൾപ്പെടെ, കോവൂർ കുഞ്ഞുൻ ഉൾപ്പെടെ പല MLA മാരെ നേരിട്ടും അല്ലാതെ പലർക്കും കത്തയച്ചും കണ്ടു. പക്ഷെ ഇതൊന്ന് നിയമസഭയിൽ ചോദിച്ചെങ്കിൽ മാത്രമല്ലേ അതിനൊരു മറുപടി അവിടെ വരുള്ളൂ. ഒരാളും ചോദിക്കാൻ ധൈര്യപ്പെട്ടിട്ടില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, വിവരാവകാശ പ്രകാരം തൊഴിൽ വകുപ്പിൽ ചോദിച്ചപ്പോ എനിക്ക് തന്ന മറുപടി എന്താണ്? ഇത് അസംഘടിതരാണ്, അസംഘടിതർക്ക് അസംഘടിത ക്ഷേമനിധി ബോർഡ് വേണേൽ ചേരാം. അപ്പൊ ഹിന്ദു എന്നും അസംഘടിതരായിട്ട് നിന്നുകൊള്ളണം, മറ്റുള്ളവർ സംഘടിച്ചോട്ടെ, ആ സംഘടിക്കുന്നവർക്ക് ഞങ്ങൾ ആനുകൂല്യം കൊടുക്കും. ഹിന്ദു ആധ്യാത്മിക മേഖലയുള്ളവർ ഒരിക്കലും സംഘടിക്കുകയോ ഏകീകരിക്കുകയോ അവരൊരു ഏക അഭിപ്രായത്തിലെത്തുകയോ ചെയ്യരുത് എന്ന് വ്യക്തമായ ലക്ഷ്യമുണ്ടെന്നുള്ളതല്ലേ ആ മറുപടി എന്റെ കയ്യിലുണ്ട്. ഞാൻ എന്റെ കോപ്പി ആർക്ക് വേണേലും കൊടുക്കാൻ തയ്യാറാണ്. അപ്പൊ ഈ ഒരു ക്ഷേമനിധി ബോർഡ് വന്നാൽ ആർക്കാ നഷ്ടം? ഗവൺമെന്റിന് ഒരു നഷ്ടവും. ഇവിടെ വെറും 2000-3000 പേരുള്ള ക്ഷേമനിധി ബോർഡുകളുണ്ട്. ഇതങ്ങനെയല്ല. ഇത് വന്നാൽ സ്വാഭാവികമായിട്ടും ഈ പ്രൈവറ്റ് ക്ഷേത്രങ്ങളിൽ ജോലി ചെയ്യുന്ന എത്രയോ ജീവനക്കാര്, ഒന്ന് ഓർക്കണം, ഇവര് അവരുടെ ജോലിയുടെ പ്രായം കഴിഞ്ഞ് അല്ലെങ്കിൽ ആ സമയം കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് 10 പൈസ കൊടുക്കാൻ ആരുമില്ല. ഒരു പാരായണം ചെയ്യുന്ന ആളിന്റെ തൊണ്ട പോയി കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് ജീവിക്കാൻ മാർഗമില്ല. അങ്ങനെ ഓരോരുത്തരുടെ അവസ്ഥ നമ്മൾ നോക്കണം. ഞങ്ങൾക്കറിയാം പാരായണക്കാരിൽ പലരും എത്രത്തോളം ദുരിതം അനുഭവിച്ചാണ് അവർ ജീവിച്ചത്. ഭഗവാന്റെ പേരും പറഞ്ഞ് നടന്നിട്ട് ഈ ദുരിതം അനുഭവിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ മറ്റുള്ളവർക്ക് പരിഹസിക്കാൻ അവസരം ഉണ്ടാവില്ലേ? നമ്മൾ അതുകൂടെ ചിന്തിക്കണ്ടേ? അപ്പൊ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു സംവിധാനം വന്നാൽ ഇവിടെ ഒരു നഷ്ടം ആർക്കും ഉണ്ടാകാൻ പോണില്ല. അപ്പൊ ഇത് ചെയ്തു തരാൻ ഒക്കാത്ത എന്താ? ഒരു കാര്യം ഞാൻ പറയാം, ഒരു ഗവൺമെന്റ് തലത്തിലുണ്ടാകുന്ന ക്ഷേമനിധി ബോർഡിന് മാത്രമേ വിശ്വാസ്യത ഇന്നത്തെ കാലത്ത് ഉണ്ടാവുകയുള്ളൂ. അപ്പൊ പ്രൈവറ്റ് മേഖലയിൽ വന്നാൽ അതിന് വിശ്വാസ്യത ഉണ്ടെന്ന് പറയാൻ നമുക്ക് സാധിക്കില്ല. ഇത് രൂപീകരിക്കാമെന്ന് കാണിച്ചുകൊണ്ട് ദേവസ്വം വകുപ്പ് പോലും അംഗീകരിച്ച് തൊഴിൽ വകുപ്പിന് കൊടുത്തിട്ടും അതൊന്ന് നിയമസഭയിൽ ഉന്നയിക്കാൻ പോലും ധൈര്യമില്ലാത്ത ജനപ്രതിനിധികളാണ് നമ്മുടെ കേരളത്തിലുള്ളതെന്ന് ഓർക്കുമ്പോൾ നമ്മൾ ലജ്ജിച്ച് തലതാഴ്ത്തണ്ടേ? ഇനി ഈ വിഷയം കേരളത്തിന്റെ സാംസ്കാരിക ജീവിതത്തിലെ ഏറ്റവും വലിയൊരു പങ്ക് വഹിച്ച മഹത്തായ മന്നത്ത് പത്മനാഭപിള്ള എന്ന ആചാര്യൻ രൂപീകരിച്ചിട്ടുള്ളതാണ് എന്നുള്ളതാണ് എന്റെ അറിവ്. ശരിയാണോ? ദേവസ്വം ബോർഡിന്റെ ആദ്യത്തെ പ്രസിഡന്റ് അദ്ദേഹം തന്നെയായിരുന്നു. അദ്ദേഹം തീർച്ചയായിട്ടും ദീർഘവീക്ഷണത്തിൽ ഉണ്ടായ അദ്ദേഹം ഏറ്റവും സംഘടിതരായിട്ട് ഒരു സമുദായത്തെ, പ്രബലമായിട്ടുള്ള ഒരു സമുദായത്തെ സംഘടിപ്പിച്ച് NSS എന്ന മഹത്തായ സംഘടനയ്ക്ക് രൂപം കൊടുത്ത ആ പവിത്രമായിട്ടുള്ള പുണ്യാത്മാവിന്റെ പേരിൽ തുടങ്ങിയ ദേവസ്വം ബോർഡിലാണ് ഈ അനാസ്ഥകൾ നടക്കുന്നത് എന്ന് കേൾക്കുമ്പോൾ സത്യത്തിൽ ഓരോ ഹിന്ദുവും തല കുനിക്കേണ്ടത് തന്നെയാണ്. ഹൈന്ദവ സംഘടനകൾ മുൻകൈയെടുത്ത് അങ്ങ് പറഞ്ഞതുപോലെ കോടതിയിൽ കക്ഷി ചേർന്നുകൊണ്ട് ഇതിന് ഒരു പരിഹാരം ഉണ്ടാക്കേണ്ടത് തന്നെയാണ്. മറ്റെന്തൊക്കെയാണ് അങ്ങേക്ക് ഹൈന്ദവ സമൂഹത്തിനോട് പറയാനുള്ളത്? ദേവസ്വം ബോർഡിന്റെ ഈ ഒരു വളരെ നിഗൂഢമായിട്ടുള്ള, ഹിന്ദുക്കൾ ഒരിക്കലും സംഘടിക്കരുത്, അല്ലെങ്കിൽ ഹിന്ദു ആചാര്യന്മാര് ഒരിക്കലും രക്ഷപ്പെടരുത്, അവർക്ക് ഒരിക്കലും ഒരു ക്ഷേമം ഉണ്ടാകരുത്, ഹിന്ദു മതം പഠിക്കരുത് എന്ന് ബലമായിട്ട് ഒരു നിഷ്കർഷയുള്ള ഈ ബോർഡിനോട് എന്താണ് അങ്ങേക്ക് പറയാനുള്ളത്? അതിൽ ഏറ്റവും നല്ലൊരു പറയാനുള്ളത്, ഒന്ന്, ഈ പറയുന്ന ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ ആധ്യാത്മിക പദ്ധതികള്, പ്രോജക്റ്റുകൾ ഉണ്ടാവണം. അവർക്ക് വെറും നിർമ്മാണ പ്രവർത്തനം നടത്താനും കുറച്ച് അതും ഇതും ചെയ്യാനല്ല.
ദേവസ്വം ബോർഡിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ആധ്യാത്മിക പഠനം. ആ ലക്ഷ്യം എന്തുകൊണ്ട് ദേവസ്വം ബോർഡ് നിർവഹിക്കുന്നില്ല, അല്ലെങ്കിൽ നിർവഹിക്കുന്നില്ല എന്ന് ചോദിക്കാൻ എന്തുകൊണ്ട് ഇവിടുത്തെ ഹിന്ദു തയ്യാറാകുന്നില്ല? ഇപ്പൊ ദേവസ്വം ബോർഡ് മന്ത്രിക്ക് പോലും അറിവുണ്ടായില്ല ഇങ്ങനെ മതപാഠശാലയ്ക്ക് ബഡ്ജറ്റ് തുകയുണ്ടെന്ന്. മന്ത്രിക്ക് പോലും അറിയില്ല. കാരണം ഓംബുഡ്സ്മാന് ഞാൻ ചെന്നപ്പോ എന്നോട് ചോദിച്ചത് ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്നാണ്. അപ്പൊ ഹിന്ദുവിനിടയ്ക്ക് ബോധവൽക്കരണം നടത്താൻ ഹിന്ദു സംഘടനകൾ തയ്യാറാവണം. പിന്നെ ഇവിടെ ഒരു പ്രശ്നം കൂടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. പലപ്പോഴും നമ്മുടെ പല ഹിന്ദു സംഘടനകൾക്ക് സ്വന്തമായിട്ട് ചില ആധ്യാത്മിക പഠന കേന്ദ്രങ്ങളുണ്ട്, വളരെ നല്ലതാണ്. പക്ഷെ ഞാൻ അവരോട് ചോദിക്കുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, ആ സംഘടന പ്രസ്ഥാനങ്ങൾ നടത്തുന്ന ആധ്യാത്മിക പാഠശാലയുടെ ഒരു ആധികാരികതയുണ്ടോ? അവർ കൊടുക്കുന്ന സർട്ടിഫിക്കറ്റിന് എന്തെങ്കിലും ഔദ്യോഗിക പ്രാധാന്യമുണ്ടോ? നമ്മൾ പറയുന്നു ദേവസ്വം ബോർഡ് ഇന്ന് വേദാന്ത സംസ്കൃത പാഠശാല എന്ന പേര്, ഹിന്ദുമത വേദാന്ത സംസ്കൃത പാഠശാല എന്ന പേര് എന്തുകൊണ്ട് അങ്ങനെ ആക്കിയെന്ന് ചോദിച്ചാൽ, അന്ന് പ്രയാർ സാറിന്റെ കാലത്ത് ആക്കിയതിന്റെ ഉദ്ദേശം കേന്ദ്രത്തിലെ സംസ്കൃത പഠന സംവിധാനവുമായി ബന്ധപ്പെട്ട് സ്കോളർഷിപ്പുകൾ വാങ്ങി അതും കൂടെ നമ്മുടെ കുട്ടികൾക്ക് എത്തിച്ചു കൊടുക്കാനും, ഒപ്പം ദേവസ്വം ബോർഡിന്റെ സിലബസ് ഒരു യൂണിവേഴ്സിറ്റിയുമായിട്ട് അഫിലിയേറ്റ് ചെയ്തിട്ട് ഒരു യൂണിവേഴ്സിറ്റി ഒരു സിസ്റ്റത്തിലേക്ക് മാറിയാൽ സ്വാഭാവികമായിട്ടും ഇതിന് മറ്റു പല മേഖലകളിലും വലിയ പ്രാധാന്യം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ ആ വിശാലമായ ഒരു കാഴ്ചപ്പാടിലേക്ക് എത്താൻ വേണ്ടിയുള്ള പ്രവർത്തനം നടത്തിയപ്പോഴാണ് നമ്മളെയൊക്കെ അതിനകത്തുനിന്ന് ഇവർ പുറത്താക്കാൻ ശ്രമിച്ചതും, ഈ കൂടെ നിന്നവരെ തമ്മിൽ തെറ്റിച്ചതും, അവരെ നിശബ്ദരാക്കിയതും ഒക്കെ ചെയ്തതാണ്. അപ്പൊ ഉദ്യോഗസ്ഥർ എപ്പോഴും ചെയ്യുന്നത് എന്താണ്? ഒരിക്കലും ഹിന്ദു സംഘടിക്കാതിരിക്കാനുള്ള എല്ലാ തന്ത്രങ്ങളും പെരുമാറും. ഇത് മനസ്സിലാക്കാൻ ഹിന്ദുവും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. അപ്പൊ അതുകൊണ്ട് ഒന്ന്, ഈ പറയുന്ന മതപാഠശാല പ്രസ്ഥാനം അത് ദേവസ്വം ബോർഡ് ഈ ഒരു വകുപ്പിന്റെ കീഴിൽ നിർത്താതെ അതൊരു സെപ്പറേറ്റ് വകുപ്പാക്കണം. ഒന്ന്. രണ്ടാമത്, അതിനുവേണ്ടി ബഡ്ജറ്റിൽ വെക്കുന്ന തുക അതൊരു സെപ്പറേറ്റ് അക്കൗണ്ടിലേക്ക് മാറ്റണം. എല്ലാ വർഷവും ബഡ്ജറ്റ് വെച്ചാൽ പോരാ, അത് പ്രായോഗിക തലത്തിൽ ചിലവഴിക്കപ്പെടുന്നു, അല്ലെങ്കിൽ അതിന് ഗുണഭോക്താക്കൾ ഉണ്ടാവുന്നുണ്ട്, അത് ഗുണം മറ്റുള്ളവർക്ക് ജനങ്ങൾക്ക് ലഭിക്കുന്നു എന്ന് ഉറപ്പുവരുത്താൻ ദേവസ്വം ബോർഡ് പദ്ധതി ഒരുക്കണം. അതായത് ഇതിനെല്ലാം ഒരു സുതാര്യത ഉണ്ടായിരിക്കണം അല്ലെ? അതെ അതെ. ഇപ്പൊ തന്നെ ഞാൻ പറഞ്ഞല്ലോ, 1,03,75,000 രൂപ ബഡ്ജറ്റിൽ വെച്ചു. മറ്റൊരു ഘട്ടത്തിലെ 95,00,000 ചില്ലുവാനം വെച്ചു. മറ്റൊരു 1,89,00,000 വെച്ചു. ഒടുവിൽ ഈ പത്മകുമാർജിയൊക്കെ വന്നതിന് ശേഷം പിന്നെ 48ഉം 40ഉം ഒക്കെ ആയിട്ട് കുറഞ്ഞു. അപ്പൊ ഇങ്ങനെ കുറച്ച് കൊണ്ടിരുന്നു. ചിലപ്പോ അപ്പൊ എന്തിനാണ് ഇവരിങ്ങനെ ബഡ്ജറ്റിൽ വെക്കുന്നത്? ചെലവഴിക്കാൻ അല്ലെങ്കിൽ ഇതിനൊരു സമാധാനം തരണ്ടേ? ബഡ്ജറ്റിൽ വെക്കുന്നത് ചെലവഴിക്കാൻ അല്ലെങ്കിൽ പിന്നെ ആരെ കബളിപ്പിക്കാനാണ്? ഹിന്ദു സമൂഹത്തെ കബളിപ്പിക്കുകയല്ലേ? നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പൈസ പഠിക്കാൻ വേണ്ടി വെക്കുന്നു, പക്ഷെ ഞങ്ങൾ ചെലവഴിക്കില്ല എന്ന് പറയുന്നത് കബളിപ്പിക്കലല്ലേ? സത്യത്തിൽ വിശ്വാസവഞ്ചനയ്ക്ക് സ്വമേധയാ കോടതി കേസെടുക്കേണ്ടതാണ് ഈ വിഷയത്തിൽ. ഇത്രയും കാലവും ഹിന്ദുവിനെ അത് വളരെ വലിയൊരു പോയിന്റ് ആണ്. സത്യത്തിൽ അങ്ങേക്ക് അതിനൊരു കയ്യടി നൽകേണ്ടതാണ്. വിശ്വാസവഞ്ചന ഒരു സമുദായത്തിനോട്, ഹൈന്ദവ സമുദായത്തിനോട് കാണിക്കുന്ന ഒരു വിശ്വാസ വഞ്ചന തന്നെയാണ് ഇത് പറയാതെ വയ്യ. കാരണം മറ്റെല്ലാ മതവിഭാഗങ്ങളും സംഘടിച്ച് നേടിയെടുക്കാൻ ഹൈന്ദവ സമൂഹം മുന്നോട്ട് വന്നാൽ മാത്രമേ ഇവിടെ നീതി കിട്ടൂ എന്നുള്ള ഒരു സ്ഥിതിയാണിന്ന് കേരളത്തിൽ ഉള്ളത് എന്ന് ദേവസ്വം ബോർഡിന്റെ ഈ അനാസ്ഥ വ്യക്തമാക്കുന്നതാണ്. ഇതെല്ലാം അങ്ങ് പറഞ്ഞ കാര്യങ്ങളെല്ലാം വാസ്തവമാണെങ്കിൽ തീർച്ചയായിട്ടും ശബ്ദമുയരണം. അല്ല, ഇത് ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള എവിഡൻസ് തരാൻ ഞാൻ തയ്യാറാണ്. ഞാൻ ഈ പറഞ്ഞ ഓരോ കാര്യത്തിനും ഇപ്പം ഞാൻ വേണേ വായിക്കാം. ദേവസ്വം ബോർഡിൽ ഇപ്പം കുറെ നമ്മൾ കൊടുത്ത ആപ്ലിക്കേഷനുകൾ ഞാൻ പറഞ്ഞല്ലോ, വലിയൊരു നിർദ്ദേശം തന്നെ ഞങ്ങൾ കൊടുത്തു. കുറച്ച് രേഖകൾ അങ്ങൊന്ന് വായിക്കുകയാണെങ്കിൽ അത് കുറച്ചുകൂടെ നമുക്ക് തീർച്ചയായിട്ടും. ഇപ്പോ ഞങ്ങള് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മതപാഠശാല കോർഡിനേഷൻ കമ്മിറ്റി പല തീയതികളിൽ പല സ്ഥലങ്ങളിലായിട്ട് കൂടിയ യോഗത്തിൽ വെച്ചുകൊണ്ട് ഒരു വലിയ നിർദ്ദേശം ഞങ്ങൾ സമർപ്പിച്ചു. അതിനകത്ത് ഹെഡിങ് മാത്രം ഞാൻ വായിക്കാം. എന്തുകൊണ്ട് മതപാഠശാലകൾ സാർവത്രികമാകുന്നില്ല എന്ന് ചോദിച്ചാൽ അതിന്റെ ഒരു പ്രധാന കാര്യം, ഒന്ന്, ഭൗതിക സാഹചര്യക്കുറവ്. ഒരൊറ്റ ക്ഷേത്രത്തിന് മതപാഠശാല കെട്ടിടങ്ങളില്ല. ഇനി സദ്യാലയങ്ങൾ ഉണ്ടെങ്കിൽ ആ സദ്യാലയത്തിൽ വെച്ച് നടത്താൻ ചിലപ്പോൾ കല്യാണം ഉണ്ടെങ്കിൽ അത് നടക്കില്ല. അപ്പം ഓരോ ക്ഷേത്രത്തിലും മതപാഠശാല പഠിപ്പിക്കുന്നതിനുള്ള സംവിധാനം, ഭൗതിക സാഹചര്യങ്ങൾ ഉണ്ടാവണം. ഇന്ന് ചില ക്ഷേത്രങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. ഉദാഹരണത്തിന് ചില വ്യക്തികൾ ഒരു കെട്ടിടം പണിഞ്ഞു കൊടുത്ത സ്ഥലങ്ങളുണ്ട്. അപ്പം അവിടെ കസേര വേണം, അല്ലെങ്കിൽ കുട്ടികൾക്ക് വന്നിരുന്ന് പഠിക്കാൻ ഉള്ള സൗകര്യങ്ങൾ വേണം. ഇന്ന് പലയിടത്തും ചെന്നാല് കല്യാണം ഉണ്ടെങ്കിൽ നടക്കില്ല. ഒരു സ്കൂൾ അല്ലെങ്കിൽ ഒരു വിദ്യാലയത്തിന്റെ യാതൊരു പ്രതീതിയും ഇന്ന് ക്ഷേത്രങ്ങളിൽ ഇല്ല. അപ്പം ഭൗതിക സാഹചര്യം ഉണ്ടാവണം. അതുപോലെ വിദ്യാർത്ഥികളുടെ ലഭ്യത കുറവ്, അതൊരു വലിയ പ്രശ്നമാണ്. അതിന്റെ കാരണം എന്താ? ആധുനിക വിദ്യാഭ്യാസ രംഗത്തെ തിരക്ക് മൂലവും ആധ്യാത്മിക ജ്ഞാനത്തിന്റെ അജ്ഞതയും സൗകര്യക്കുറവുകളും വിദ്യാർത്ഥികളെയും മറ്റും ആധ്യാത്മിക പഠനത്തിൽ നിന്നും
പിന്നോക്കം വലിക്കുകയാണ്. ഇതിന് പരിഹാരമായി ആധ്യാത്മിക വിഷയങ്ങൾ പഠിക്കുന്നതിന് വിദ്യാർത്ഥികൾ താല്പര്യമുണ്ടാക്കുന്ന തരത്തിൽ ആകർഷകവും പ്രയോജനകരവുമായ പദ്ധതികൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആവിഷ്കരിക്കണം. വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളും മത്സരങ്ങളും നടത്തി സമ്മാനങ്ങളും സർട്ടിഫിക്കറ്റും നൽകണം. അതിപ്പോഴുണ്ട്. ഇത് പറഞ്ഞപ്പോ രാമായണ മാസം വന്നപ്പോൾ ഞങ്ങൾ ഒരു ആവശ്യം മുന്നോട്ട് വെച്ചു, രാമായണ മത്സരങ്ങൾ നടത്തണമെന്ന്. ആദ്യം ശക്തമായ എതിർപ്പായിരുന്നു. ഒടുവിൽ ആ എതിർപ്പ് അവഗണിച്ചുകൊണ്ട് തന്നെ കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രത്തിൽ വെച്ചിട്ട് ആദ്യമായിട്ട് രാമായണ മത്സരങ്ങൾ നടത്തി. പുരാണ പ്രശ്നോത്തരി, രാമായണ പാരായണം, രാമായണ പ്രസംഗം, അതുപോലെ ഉപന്യാസ രചന, ഈ 4 മത്സരങ്ങൾ നടത്തി. അന്ന് സമ്മാനം കൊടുക്കാൻ പോലും ഒരു വലിയ താമസം കാണിച്ചു, ബുദ്ധിമുട്ട് കാണിച്ചു. ഇപ്പൊ പിന്നെ അതൊക്കെ അങ്ങ് മാറി. കാരണം സാർവത്രികമായി പിന്നെ ചെയ്തേ പറ്റുമല്ലോ. അങ്ങനെ വന്നു. അതുപോലെ തന്നെ നിലവിലുള്ള പാഠ്യപദ്ധതി, സത്യത്തിൽ ഇപ്പോ പാഠ്യപദ്ധതി ഉണ്ട്. 4 വർഷത്തെ പുസ്തകം ഓൾറെഡി ഇറങ്ങി കഴിഞ്ഞു. 4 വർഷത്തെ സിലബസ് പുസ്തകം. നമ്മുടെ സിലബസ് ആർക്ക് ചെന്നാലും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഇവിടെ നമ്മുടെ പുസ്തകശാലയിൽ കിട്ടും. എന്ന് മാത്രമല്ല, നമ്മളത് അധ്യാപകർക്ക് ഫ്രീ കൊടുക്കണമെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോ ഓരോ അധ്യാപകനും ഓരോ സിലബസ് പുസ്തകം ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല, ഒരു കലണ്ടറും ഒരു ഡയറിയും ദേവസ്വം ബോർഡ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ്. ഇതൊക്കെ ആരും ആവശ്യപ്പെടാതെ ചെയ്യേണ്ട കാര്യങ്ങളുമാണ്. ആവശ്യപ്പെട്ടപ്പോൾ ഒരുപാട് തടസ്സം ഉന്നയിച്ചിട്ട് നടന്നു. ഇത് മാത്രമല്ല, പിന്നെ അധ്യാപകരുടെ കുറവ്. അപ്പോ അധ്യാപകരുടെ കുറവ് എന്തുകൊണ്ട് വരുന്നത്? അത് ഹൈന്ദവ സമൂഹത്തിൽ ആധ്യാത്മിക വിഷയങ്ങൾ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യാൻ പ്രാവീണ്യമുള്ള ആളുകൾ കുറഞ്ഞു വരികയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഇങ്ങനെ ഈ മേഖലയിൽ നിന്നാൽ ഭൗതികമായി ജീവിതം അമ്പേ പരാജയപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥ. അപ്പൊ പിന്നെ ആരും ഇങ്ങോട്ട് വരില്ല. അത് തന്നെ ആയിരിക്കണമല്ലോ ലക്ഷ്യം. ഇവനൊക്കെ പട്ടിണി കിടന്ന് മരിക്കുന്ന ഒരു അവസ്ഥ വന്നാൽ പിന്നെ ആധ്യാത്മികം എന്ന് പറഞ്ഞിട്ട് ഇറങ്ങില്ലല്ലോ. അപ്പം അതും ഒരു ലക്ഷ്യങ്ങളിൽ ഒന്നാണോ എന്ന് സംശയിച്ചാൽ കുറ്റപ്പെടുത്താൻ സാധിക്കില്ല. അപ്പൊ ആധ്യാത്മിക പാഠശാലകളിൽ സംശയിക്കുകയല്ല, അത് തന്നെയാണ് സത്യം എന്ന് പറയേണ്ടി വരും. ഇത് കേൾക്കുന്നവർക്ക് ഇത് സംശയമല്ല, അതൊരു സത്യമാണ് എന്ന് പറയാതെ വയ്യ. കാരണം കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഉണ്ടായി. ഗുരുവായൂർ ക്ഷേത്രത്തിലെ ആനകൾക്ക് കളഭം കുറിയും തൊടിക്കരുത് എന്നൊരു ഉത്തരവിറക്കി ഗുരുവായൂർ ദേവസ്വം ബോർഡ്. ഉടനെ തന്നെ ശക്തമായ പ്രതിഷേധം ഹൈന്ദവരിൽ നിന്നുണ്ടായപ്പോൾ ആ ഉത്തരവ് പിൻവലിച്ചു. ഇതേ ദേവസ്വം ബോർഡ് തന്നെയാണ് 2008 അതായത് ശുദ്ധമായ കളഭമല്ല എന്ന് പറഞ്ഞിട്ടാണ് ഈ ആനകൾക്ക് കളഭവും കുറിയും വിലക്കിയത്. പക്ഷെ ശുദ്ധമായ കളഭം കൊടുക്കേണ്ടവരാണ് ദേവസ്വം ബോർഡ്. അത് ചെയ്യാതെയാണ് അങ്ങനെ ഒരു വിലക്ക് ഏർപ്പെടുത്തിയത്. അപ്പൊ ശുദ്ധമായ കളഭമല്ല. അതെ. അപ്പോഴാണ് പത്രവാർത്തകള് കണ്ടത്. പത്രവാർത്തകളിലുള്ള ഒരു വിവരം ചില പോസ്റ്റുകളിൽ കൂടി കാണാൻ ഇടയായത്. 2008 ഇതേ ദേവസ്വം ബോർഡ്, ഗുരുവായൂർ ദേവസ്വം ബോർഡ് ബഹുമാനപ്പെട്ട കോടതിയിൽ സത്യവാങ്മൂലം നൽകുകയുണ്ടായി. പൂന്താനം ഇല്ലം എന്ന് പറയുന്ന ഒരു സംഭവം അവിടെ ഇല്ല, പൂന്താനം ജനിച്ചിട്ടേ ഇല്ല എന്ന്. ആ കാലഘട്ടത്തിൽ തന്നെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ, അതിന്റെ അടുത്ത മാസം തന്നെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്ന് സ്ഥിരമായി പോകാറുള്ള, പൂന്താനം ഇല്ലത്തേക്ക് നടത്താറുള്ള, അദ്ദേഹത്തിന്റെ ജന്മദിനവുമായി ബന്ധപ്പെട്ട് നടത്താറുള്ള ഘോഷയാത്രയില് ഒരു ആന, ജൂനിയർ അച്യുതൻ എന്നുള്ള ഒരു ആന ഇടഞ്ഞ് പൂന്താനം ഇല്ലത്തിന്റെ പൂമുഖവും പത്തായപ്പുരയും ഒക്കെ നശിപ്പിച്ച് അത് പത്രവാർത്തകളിൽ എത്തുകയും ഉടനെ തന്നെ ഇവർക്ക് ഈ ഒരു സത്യവാങ്മൂലം പിൻവലിക്കേണ്ടതായിട്ടും വന്നു. അപ്പൊ എവിടെയെല്ലാമാണ് ഈശ്വരൻ പ്രത്യക്ഷമായിട്ട് ഇടപെടുക, അല്ലെങ്കിൽ ഭക്തർ ഇടപെടുക, അവിടെ മാത്രമേ ഹിന്ദുവിന് രക്ഷയുള്ളൂ എന്നുള്ള ഒരു സാഹചര്യമാണ് ഇപ്പൊ അങ്ങ് പറയുന്ന വിഷയത്തിൽ നമുക്ക് മനസ്സിലാകുന്നത്. ഇതുപോലെ ദേവസ്വം ബോർഡിന്റെ ഈ ഒരു മതപാഠശാലയുമായിട്ട് ബന്ധപ്പെട്ട് ഇത്രയധികം അനാസ്ഥകൾ ഉണ്ട് എന്ന് പൊതുസമൂഹത്തിന് മുന്നിൽ അങ്ങ് ഇത്ര ശക്തമായിട്ട് വന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഹൈന്ദവ സംഘടനകളും ഹിന്ദുക്കളും ആധ്യാത്മിക രംഗത്ത് പ്രവർത്തിക്കുന്നവരും പഠിപ്പിക്കുന്നവരും എല്ലാം അതിന് മുൻകൈയെടുത്ത് മുന്നോട്ട് വരേണ്ടതാണ് എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അങ്ങ് വീണ്ടും പറയാനുള്ളത് എന്തൊക്കെയാണെന്ന് പറയണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അപ്പൊ ഈ പറഞ്ഞ കണക്ക് അധ്യാപകരുടെ കുറവ്, അതുപോലെ രക്ഷകർത്താക്കൾക്ക് ബോധവൽക്കരണം, ഇത് അത്യന്താപേക്ഷിതം ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഈ ക്ഷേത്രങ്ങളിലെ ഉപദേശക സമിതികൾ, സത്യത്തിൽ ഇന്നത്തെ ഉപദേശക സമിതികളെ കെട്ടിയിട്ടിരിക്കുകയാണ് ദേവസ്വം ബോർഡ്. അവർക്ക് പ്രവർത്തിക്കാൻ സ്വാതന്ത്ര്യമില്ല. അപ്പം ഭക്തജനങ്ങളുടെ പണം പിരിക്കാൻ മാത്രമുള്ള ഒരു സംവിധാനമായിട്ട് ഉപദേശക സമിതികളെ അവര് മാറ്റിയിരിക്കുകയാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായി ഉപദേശക സമിതികളിൽ അംഗമാകാൻ വരുന്ന ആളുകൾക്കും ആധ്യാത്മിക ബോധമുള്ളവരായിരിക്കണം. അപ്പം സ്വാഭാവികമായിട്ടും തങ്ങളുടെ വീട്ടിലെ കുട്ടികളെങ്കിലും മതപാഠശാലയിൽ വരുന്നു ഉറപ്പിക്കാൻ അവർ തയ്യാറാവണം. ഇത് പറയുമ്പോൾ 2021 തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് വേണ്ടിയിട്ട് നിശ്ചയിച്ചിട്ടുള്ള ഭാരവാഹി ഒരു പ്രത്യേക ഹിന്ദുവിരുദ്ധ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ നിന്നുള്ള ഓഫീസിൽ നിന്ന് അറിയിച്ച വ്യക്തിയാണ് എന്നുള്ളത് പറയാതെ വയ്യ. പത്രവാർത്തകളിൽ കണ്ടതാണ്. അങ്ങ് എന്ത് പറയുന്നു അതിനെ കുറിച്ച്? അല്ല, തീർച്ചയായിട്ടും ഇന്നിപ്പോ ക്ഷേത്രങ്ങളിൽ ഭാരവാഹികളാകുന്നത്
ഒരു ജന്മി അല്ലെങ്കിൽ ഒരു നാട്ടിൽ ഒരു പ്രമുഖൻ എന്നുള്ള ഒരു സ്ഥാനത്തേക്ക് എത്തുന്നതുകൊണ്ട് അത് ഒഴിവാക്കാൻ പറ്റാത്തത് കൊണ്ട് വിശ്വാസം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ അനുഭവം കൊണ്ട് പറയാം. ഞാൻ സപ്താഹ യജ്ഞം നടത്താൻ പോകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഒരു യജ്ഞം നടത്താൻ ചെന്ന ഒരു ക്ഷേത്രത്തിലെ പ്രസിഡന്റ് എന്നോട് പറഞ്ഞത് ഞാൻ വിശ്വാസിയല്ലെന്നാണ്. ഞാൻ വിശ്വാസിയല്ല. പക്ഷെ എല്ലാം കഴിഞ്ഞപ്പോ അദ്ദേഹം സനാതന ധർമ്മത്തെ പറ്റിയൊക്കെ കാര്യമായിട്ട് കേട്ട് കഴിഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു, ഇത്രയും കാലവും ഞങ്ങൾ ധരിച്ചു വെച്ചിരുന്നതൊക്കെ വേറെയാണ്. ഇപ്പോഴാണ് ഞങ്ങൾക്കത് ബോധ്യപ്പെട്ടത്. അപ്പൊ അതിന് തലേ ദിവസം അദ്ദേഹം എന്ന് പറഞ്ഞു, നാളെ ഞാനായിരിക്കും ദക്ഷിണ തരിക, ഞാൻ ഞങ്ങളുടെ കാല് തൊട്ട് വീഴും. കാര്യം എന്താണ്? ഇപ്പോഴാണ് ഇതിന്റെ സത്യാവസ്ഥ ബോധ്യപ്പെട്ടത്. അതായത് ക്ഷേത്രം ഭരിക്കുന്നവര് വിശ്വാസിയല്ല എന്ന് പറയുന്ന തലത്തിലാണ് നമ്മുടെ രാഷ്ട്രീയമായിട്ടുള്ള അതിപ്രസരം ക്ഷേത്രങ്ങളിൽ ബാധിച്ചിരിക്കുന്നത് എന്ന് സാരം. തീർച്ചയായിട്ടും. അതുകൊണ്ട് തന്നെയാണ് ഈ രക്ഷകർത്താക്കളുടെ മുമ്പിൽ നമ്മൾ ചെന്നൊരു മതപാഠശാല എന്ന് പറഞ്ഞാൽ അപ്പോഴേ അതിനെ വർഗീയ കണ്ണുകൊണ്ട് കാണാനാണ് ശ്രമിക്കുന്നത്. എന്നാൽ മറ്റുള്ളവർ മതം പഠിക്കുമ്പോൾ അല്ലെങ്കിൽ അവർ ആധ്യാത്മിക മതം, സത്യത്തിൽ ഈ മതപാഠശാല എന്നുള്ള പേര് തന്നെ നമുക്കങ്ങ് മാറ്റിവെച്ചിട്ട് ആധ്യാത്മിക പഠന ക്ലാസ് മതി. നമ്മൾ മതത്തിന്റെ ഒന്നും വക്താക്കളൊന്നുമായിട്ട് മാറാൻ നിൽക്കണ്ട. നമുക്ക് മതത്തിനേക്കാൾ ഉപരി നമുക്ക് ധർമ്മമാണ് വലുത്. ധർമ്മപാഠ ക്ലാസ്സാണ് നമുക്ക് ആവശ്യം. അപ്പൊ അത് അങ്ങനെ തന്നെ ആവട്ടെ, അതിന് നല്ലതുള്ള കാര്യമാണത്. സത്യത്തിൽ അങ്ങിത് പറയുമ്പോ ദേവസ്വം ബോർഡിന്റെ മതപാഠശാലയുമായിട്ട് മാത്രം ബന്ധപ്പെട്ടിട്ടല്ല, ക്ഷേത്രങ്ങളിൽ ദേവസ്വം ഭരിക്കുന്ന ക്ഷേത്രങ്ങളിലെ മേൽശാന്തികൾ പോലും സ്ക്രാച്ച് ആൻഡ് വിൻ വഴി കയറിയതാണോ എന്ന് തോന്നിപ്പോകുന്ന തരത്തിലാണ് ഇപ്പോ വാർത്തകൾ ഉണ്ടാകുന്നത്. അതിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാലേ, ഒന്ന് ഉപദേശ സമിതിയിൽ അംഗമാകുന്നതിന് 100 രൂപ കൊടുത്ത് അവിടെ മെമ്പർഷിപ്പ് എടുക്കണം. രജിസ്റ്റേർഡ് ഭക്തന്മാർക്ക് മാത്രമേ അവിടെ ഇപ്പോ സ്ഥാനമുള്ളൂ. അതിലുപരിയായിട്ട് ഇയാൾക്ക് വിശ്വാസം ഉണ്ടോ ഇല്ലയോ എന്ന് അവിടെ പരിശോധിക്കാൻ ആരുമില്ല. ഇപ്പൊ ഗുരുവായൂർ അമ്പലത്തിൽ പോലും ചില വ്യവസ്ഥകൾ വെച്ചിരിക്കുന്നു. അപ്പം ഒരു എവിടെ ചെന്നാലും ഇയാൾ യോഗ്യനാണോ എന്നൊന്ന് അന്വേഷിക്കേണ്ട ഒരു ബാധ്യതയില്ലേ? അതൊന്നുമില്ല. ആര് വന്നാലും അവർക്ക് അവിടെ സ്ഥാനമുണ്ട്. വിശ്വാസിയാകാം, അല്ലാതിരിക്കാം എന്ന് കരുതി ഈ നിഷ്കളങ്കമായി തെറ്റിദ്ധരിക്കപ്പെട്ട, ഞാൻ നേരത്തെ പറഞ്ഞ ആളിനെ പോലുള്ള ആളുകൾ വന്നിട്ടുണ്ട്. അവര് വരുന്ന നല്ല കാര്യം എന്താണ്? സത്യം ബോധ്യപ്പെടുമ്പോ കാര്യങ്ങൾ തിരിഞ്ഞങ്ങ് പോകും. അത് നല്ലതാണ്, നമ്മളിതിന് നിഷേധിക്കണ്ട. അപ്പൊ എല്ലാവരും വരട്ടെ, ആരെയും അകറ്റി നിർത്തുകയല്ല. പക്ഷെ വരുന്നവര് ഒരു ക്ഷേത്രത്തിൽ നടക്കുന്ന ചടങ്ങുകൾ എന്താണെന്നെങ്കിലും അറിഞ്ഞിരിക്കണ്ടേ? ഇപ്പൊ ഹൈന്ദവ സമൂഹം നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രധാന വിഷയം എന്ന് പറയുന്നത്, ഈ ക്ഷേത്രപരമായ കാര്യങ്ങൾ നടത്താൻ ഇറങ്ങിത്തിരിച്ചവർക്ക് ഈ ചടങ്ങുകൾ അറിയാത്തതുകൊണ്ട് വരുന്നവർ എന്ത് പറഞ്ഞാലും അതാണ് ശരിയെന്നങ്ങ് ധരിച്ചു പോവുകയാണ്. അതൊരു ആധ്യാത്മിക മേഖലയിലെ അപജയത്തിന് കാരണമാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏതൊരു മേഖലയിലും അതിൻ്റെതായ ഒരു യോഗ്യത ഉണ്ടാവേണ്ടത് ആവശ്യമാണ്. അപ്പം പണ്ട് പറഞ്ഞിരുന്നു, മതപാഠശാലയിൽ വരുന്ന വിദ്യാർത്ഥികളുടെ രക്ഷകർത്താക്കൾ ഉപദേശ സമിതിയിൽ വരണമെന്ന് പറഞ്ഞു. അപ്പൊ ഉപദേശ സമിതിയിൽ വരുന്ന ആളുകൾ സ്വാഭാവികമായിട്ടും തങ്ങളുടെ കുട്ടികളും തങ്ങളുടെ പരിചയത്തിലുള്ള കുട്ടികളും തങ്ങളുടെ കൊച്ചുമക്കളാണെങ്കിൽ കൊച്ചുമക്കളും ആ ക്ഷേത്രത്തിൽ ആധ്യാത്മിക പാഠശാലയിൽ വരുന്നു എന്ന് ഉറപ്പുവരുത്താൻ ദേവസ്വം ബോർഡ് തയ്യാറാവണ്ടേ? അപ്പൊ അങ്ങനെ വന്നാൽ തന്നെ അവിടെ ക്ലാസ് തുടങ്ങുകയാണ്, നടക്കുകയാണ്, കുട്ടികൾക്ക് അവിടെ ക്ഷാമം ഉണ്ടാവില്ല. അതൊരു വലിയ കാര്യമായി മാറും. പിന്നെ അതുപോലെ തന്നെ പിന്നെ മറ്റൊന്ന്, ദേവസ്വം ജീവനക്കാരാണ്. നമുക്കറിയാം, ഏത് ക്ഷേത്രത്തിൽ ചെന്നാലും ദേവസ്വം ജീവനക്കാർക്ക് ജോലി കൂടുതലുള്ളവരുണ്ട്. ആ ജോലി കൂടുതലുണ്ട്, അവർക്ക് ഒരുപക്ഷെ ഇതിനകത്ത് കൂടുതൽ ശ്രദ്ധിക്കാൻ ചിലപ്പോൾ സമയം കിട്ടുന്ന വരത്തില്ല. ഒരു സബ് ഗ്രൂപ്പ് ഓഫീസർ ഇതിന്റെ ചുമതല ഏൽപ്പിച്ചാൽ അദ്ദേഹം എത്രയോ കാര്യങ്ങൾ കൂടി നടക്കേണ്ട ആളാണ്. അത് ഒരു ക്ഷേത്രത്തിന് മാത്രമായിരിക്കില്ല ചുമതല, ഒരുപാട് ക്ഷേത്രങ്ങളുടെ ചുമതല ഉണ്ടാവും. അപ്പൊ അദ്ദേഹത്തിന് പിന്നെ ഇതും കൂടെ പിടിച്ചേൽപ്പിച്ചാൽ തീർച്ചയായിട്ടും ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ അതിനൊരു സ്വതന്ത്ര ബോഡി, അതായത് മതപാഠശാല അല്ലെങ്കിൽ ആധ്യാത്മിക പാഠശാല സംവിധാനത്തിന് ദേവസ്വം ബോർഡ് ഒരു സ്വതന്ത്ര ബോഡിയെ ചുമതലപ്പെടുത്തണം. അപ്പൊ ദേവസ്വം ജീവനക്കാര് ചിലരുണ്ട്, അവരുടെ ഉള്ളിൽ കിടക്കുന്ന ചില ഇസം മുന്നിൽ വെച്ചുകൊണ്ട് ഇത് നടത്തരുത് എന്ന് പറയുന്ന ആളുകളും നടത്താൻ ചെല്ലുന്നവരെ എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഒരു ക്ഷേത്രത്തിൽ ക്ലാസ് നടന്നുകൊണ്ടിരുന്നതാ. അപ്പൊ കോവിഡ് കാലമായപ്പോൾ ഒന്ന് ഓൺലൈനിലേക്ക് മാറേണ്ടി വന്നു. അത് കഴിഞ്ഞ് പിന്നെ ഓഫ്ലൈനിൽ നടത്താൻ ചെന്നപ്പോ അത് നടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഒടുവിൽ പിന്നെ നമ്മളായതുകൊണ്ട് കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കിയ കാര്യങ്ങൾ സാധിച്ചെടുത്തത് വേറെ കാര്യം. ഇത് സംസാരിക്കാൻ കഴിയാത്ത ഒരാളാണെങ്കിൽ എന്ത് ചെയ്യും? കളഞ്ഞിട്ട് പോകത്തേ ഉള്ളൂ. അപ്പൊ ജീവനക്കാരുടെ നിസ്സഹകരണം മതപാഠശാല പ്രവർത്തനത്തിനെ വല്ലാണ്ട് ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഉപദേശ സമിതികളെയും ജീവനക്കാരെയും മതപാഠശാല പ്രവർത്തകരെയും ഏകോപിപ്പിച്ച് ഒരു സംവിധാനം ഓരോ ക്ഷേത്രത്തിലും ഉണ്ടാവണം. അങ്ങനെ വരുമ്പോൾ മതപാഠശാല പ്രവർത്തകർക്കും കൂടി അവിടേക്ക് കാര്യങ്ങളിൽ ഇടപെടാനൊരു അവസരം ഉണ്ടാവും. ഇനി അതുപോലെ തന്നെ ക്ഷേത്രങ്ങളിൽ ഉത്സവം വരുന്നു, നിർബന്ധമായും ഈ വല്ല നാട്ടിലും കിടക്കുന്ന ഈ പിന്നെ മറ്റുള്ളവരെ ആ ക്ഷേത്രത്തിൽ തന്നെ ദേവനെ അപമാനിക്കുന്ന പരിപാടി നടത്തുന്നതിനെക്കാട്ടി എത്രയോ നല്ലതാണ് ആ ആധ്യാത്മിക പാഠശാലയിൽ പഠിക്കുന്ന കുട്ടികളുടെ കൊച്ചു കൊച്ചു പരിപാടികളും. അവർക്കതിന് വലിയ പ്രോത്സാഹനവും. എത്രയോ ഇവിടെയുള്ള എല്ലാ കലാകാരന്മാരും നമ്മുടെ ക്ഷേത്രങ്ങളിൽ കൂടി ആടിയും പാടിയും അഭിനയിച്ചും ഒക്കെ വളർന്നു വന്നവരാണ്. നാളെ അവർ തള്ളി പറയുമായിരിക്കും എങ്കിൽ പോലും
അത് ഹിന്ദുക്കള് മാത്രമല്ല, ഹിന്ദുക്കളായിട്ടുള്ള ഒരുപാട് എല്ലാവരും. കലാകാരന്മാരും അതെ അതെ. വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോ നമ്മുടെ കുട്ടികൾക്ക് ആ ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുമ്പോൾ ആ ഒരു ദിവസത്തെ പരിപാടി ഈ കുട്ടികളെ കൊണ്ട് നടത്തിപ്പിക്കൂ. അത് അവർക്കൊരു ആവേശമാവില്ലേ? അപ്പൊ സ്വാഭാവികമായിട്ടും അവരുടെ ആ ആധ്യാത്മികത്തിന് ഉപരിയായിട്ട് കലാപരമായ, സാഹിത്യപരമായ, സാമൂഹികമായിരിക്കുന്ന വിഷയങ്ങളിലും അവർക്ക് ഇടപെടാനുള്ളൊരു സാഹചര്യം ഉണ്ടാവും. അപ്പൊ ഇത് ഉണ്ടാവണം. ഇത് നമ്മൾ ആവശ്യപ്പെട്ടിരുന്നതാണ്. പക്ഷെ പിന്നീട് ഇനി മറ്റൊരു കാര്യം പറയാം. ദേവസ്വം ബോർഡിലെ ഒരു പ്രസിദ്ധീകരണമുണ്ട്. സന്നിധാനം മാസിക എന്നാണ് പേര്. സത്യത്തിൽ അത് വാങ്ങണം. കാര്യം എന്താണ്? ഞാൻ പറഞ്ഞത് നേരത്തെ പറഞ്ഞു, കവി മധുസൂദനൻ സാറാണ് അതിന്റെ ചുമതലയുള്ളത്. നല്ല മാസികയാണ്. ഇത് മതപാഠശാലകൾ കൂടി വിതരണം ചെയ്യണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടു. ഓരോ കുട്ടികളെയും ഓരോ രക്ഷകർത്താക്കളെയും കണ്ട് ഇതിന്റെ അപ്പം സിലബസ് അതിനകത്ത് ഉൾപ്പെടുത്താൻ പറഞ്ഞ എന്തായാലും ഇപ്പൊ ഉൾപ്പെടുത്തി. സന്നിധാനം മാസികയിലെ മതപാഠശാല സിലബസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ ഇത് എത്ര അടുത്ത് പോകുന്നുണ്ട്? എത്ര ഹിന്ദുവിന്റെ വീട്ടിൽ ഈ സന്നിധാന മാസിക എത്തുന്നുണ്ട്? അപ്പൊ ഓരോ ഭക്തനെയും സന്നിധാന മാസിക വരുത്താൻ പ്രേരിപ്പിക്കേണ്ട ചുമതലയും ആർക്കുണ്ട്? ദേവസ്വം ബോർഡുകാർക്കുണ്ട്. ഒരു പക്ഷെ അവർക്ക് ഇത് സാധിക്കുന്നില്ലെങ്കിൽ അത് മതപാഠശാല പ്രവർത്തകരിൽ കൂടി സാധിക്കാം. അങ്ങനെ വരുമ്പോ എത്ര ലക്ഷം കോപ്പികൾ വിറ്റഴിയും? അത് ദേവസ്വം കൊണ്ട് വലിയ വരുമാനമാവത്തില്ലേ? ഇത് പറയുമ്പോ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇതില് ഹൈന്ദവ സംഘടനകൾ മാത്രമല്ല മുൻകൈ എടുക്കേണ്ടത്, ഭക്തരും കൂടി ശ്രദ്ധിക്കണമെന്ന് അങ്ങേക്ക് ഭക്തര് തോന്നുന്നുണ്ടോ? 100% ഓരോ ഭക്തനും ഉത്തരവാദിത്വമുണ്ട്. ക്ഷേത്രത്തിൽ വന്ന് ഭഗവത് ദർശനം നടത്തുന്ന ഓരോരുത്തർക്കും അവർക്ക് കേവലം വഴിപാട് നടത്തൽ മാത്രമല്ല, ഇതൊരു ആധ്യാത്മിക അറിവ്. പറഞ്ഞല്ലോ, ഹിന്ദുവിന്റെ അറിവില്ലായ്മയാണ് മറ്റുള്ളവർ ചൂഷണം ചെയ്യുന്നത്. അവന്റെ അറിവില്ലായ്മയാണ് ഏത് വിഷയത്തിലായാലും. ഹിന്ദുവിന് അറിവില്ലായ്മയാണ് അവന്റെ പരാജയത്തിന്റെ കാരണം. അതുകൊണ്ട് അവൻ ഇടപെടുന്ന വിഷയങ്ങളിൽ അറിവുണ്ടാകത്തക്ക വിധത്തിൽ അവനെ പ്രാപ്തനാക്കുവാൻ നമുക്ക് ബാധ്യതയുണ്ടെന്നേ. അതിൽ ഒന്നാമത്തെ സ്ഥാനം ദേവസ്വം ബോർഡിനാണ്. കാരണം ഇവിടുത്തെ ഹിന്ദുവിന്റെ ആധികാരിക പ്രതിനിധി എന്ന് പറയുന്നത് ദേവസ്വം ബോർഡാണ്. ബാക്കി മറ്റ് സംഘടനകൾക്ക് പിന്നെ ഉള്ളൂ. അപ്പൊ ആ ആദ്യത്തെ ബാധ്യത തന്നെ അവര് വിസ്മരിച്ചിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഈ മാസിക എല്ലായിടത്തും എത്തിക്കുന്നത് നല്ലതാണ്. അപ്പൊ അത് മതപാഠശാല പ്രവർത്തകർ ഉപയോഗിക്കാൻ നമുക്ക്. ഇനി നല്ലൊരു മതപാഠശാല ഒരു ക്ഷേത്രത്തിൽ നടക്കുകയാണെങ്കിൽ അവിടുത്തെ ഭക്തജനങ്ങളുടെ എണ്ണം കൂടും. അവിടെ തൊഴാൻ വരുന്ന ഈ വരുന്ന കുട്ടി പോലും ഒരു രൂപയെങ്കിലും വിടാതിരിക്കും. അതായത് ദേവസ്വം ഭരിക്കുന്ന ക്ഷേത്രങ്ങളിൽ എത്തുന്ന ഓരോ ഭക്തരും ഈ മാസിക ചോദിച്ചു വാങ്ങുന്ന ഒരു സ്ഥിതി ഉണ്ടാകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അങ്ങ് അതിനോട് തീർച്ചയായിട്ടും യോജിക്കുന്നുണ്ടോ? അത് അങ്ങനെ ചോദിച്ചു വാങ്ങണമെങ്കിൽ ഇങ്ങനൊരു മാസിക ഉണ്ടെന്ന് അവർ അറിയണ്ടേ? അങ്ങനൊരു കാര്യം ചെയ്യൂ. തൊട്ടടുത്തുള്ള AC ഓഫീസിൽ നിന്ന് ചെന്ന് നോക്കൂ. ജീവനക്കാർക്ക് അടിച്ചേൽപ്പിച്ചുകൊണ്ട് ചെയ്യുന്നതാണ്. അത് അവിടെ കെട്ടിക്കിടക്കുക. ഒരു ജീവനക്കാരനും വായിക്കാറില്ല. അവിടെ കെട്ടിക്കിടക്കുക. അപ്പം ഇത് ഓരോ ഭക്തരിൽ എത്തിയാൽ ഒന്ന് ദേവസ്വം ബോർഡിന്റെ ദൈനംദിന പരിപാടികൾ ഭക്തരറിയും. അപ്പൊ അവരുടെ വിശേഷങ്ങൾ അറിയും. നാളെ ദേവസ്വം ബോർഡ് ആത്മാർത്ഥമായിട്ട് ഇന്നൊരു കാര്യം ചെയ്യണം എന്ന് പറഞ്ഞാൽ ഭക്തര് സഹായിക്കും. അപ്പൊ ഭക്തനും ദേവസ്വം ബോർഡും തമ്മിലുള്ള ഒരു അകലം കുറയും. അപ്പൊ ഇത്തരത്തിൽ നിരവധി കാര്യങ്ങൾ മതപാഠശാല പ്രവർത്തനത്തിൽ കൂടി ചെയ്യാൻ സാധിക്കും. ഇനി നല്ലൊരു ലൈബ്രറി നമുക്ക് എല്ലാ ക്ഷേത്രങ്ങളിലും പറഞ്ഞല്ലോ, സനാതന ധർമ്മത്തിന്റെ അടിസ്ഥാന ഗ്രന്ഥം വേദമാണെന്ന് നമ്മളൊക്കെ പറയുന്നു. വേദം തന്നെയാണ്, തർക്കമൊന്നുമില്ല. പക്ഷേ എത്ര ഹിന്ദു ഈ വേദം ചാവുന്നതിന് മുമ്പ് കാണാറുണ്ട്? മരിക്കുന്നതിന് മുമ്പ് വേദം കണ്ടിട്ട് മരിക്കാൻ എത്ര പേരുണ്ട്? എന്തുകൊണ്ട് സാധിക്കുന്നില്ല? വേദമന്ത്രങ്ങൾ കൊണ്ട് ക്ഷേത്രങ്ങളിൽ പൂജ നടത്തുമ്പോൾ ആ വേദഗ്രന്ഥം വിശേഷാൽ ഒരു കണ്ണാടിപ്പെട്ടിക്കകത്തോ വെച്ച് അല്ലെങ്കിൽ ഏറ്റവും നല്ല രീതിയിൽ സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ക്ഷേത്രങ്ങൾക്കില്ലേ? ഓരോ ക്ഷേത്രത്തിലും വേദങ്ങളുടെ ഒരു കോപ്പി വെക്കണ്ടേ? സത്യത്തില് വേദങ്ങൾ അടക്കം പഠിപ്പിക്കേണ്ടത് ദേവസ്വം ബോർഡിന്റെ ഉത്തരവാദിത്വമാണ് അല്ലേ? അതെ, തീർച്ചയായിട്ടും. കാരണം ഇവിടെ വേദമന്ത്രങ്ങൾ കൊണ്ട് നിലനിൽക്കുന്ന ക്ഷേത്രങ്ങളില് ആ വേദം എന്ന് പറയുന്നതിന്റെ പ്രാധാന്യം പഠിപ്പിക്കേണ്ടവരാണ് ദേവസ്വം ബോർഡ്. അവരുടെ വരുമാനത്തിന് ആധാരമായിട്ടുള്ള ക്ഷേത്രങ്ങള്. അതെ. അപ്പൊ നമുക്ക് ഓരോ ക്ഷേത്രത്തിലും ഒരു ലൈബ്രറി, ഒരുപക്ഷെ എല്ലാ ക്ഷേത്രത്തിലും നല്ല സൗകര്യം ഇല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിനകത്ത് ഒരു 3 ക്ഷേത്രത്തിൽ 2 ക്ഷേത്രത്തിലെങ്കിലും നല്ല ലൈബ്രറി ഉണ്ടാക്കാമല്ലോ. അങ്ങനെ ലൈബ്രറി ഉണ്ടാകുമ്പോൾ ഇന്നത്തെ കുട്ടികൾക്ക് കണ്ടിട്ടില്ലാത്ത ഗ്രന്ഥങ്ങൾ കാണാനും, ഒരുപക്ഷെ സമൂഹത്തിൽ തെറ്റിദ്ധാരണ വരുത്തുന്ന രീതിയിലുള്ള വിഷയങ്ങൾ വരുമ്പോൾ അവർക്കൊന്ന് പോയി പരിശോധിക്കാനും. എല്ലാവർക്കും ചിലപ്പോൾ ഗ്രന്ഥങ്ങൾ വാങ്ങി പരിശോധിക്കാൻ സാധിച്ചെന്ന് വരില്ല. അപ്പൊ ഇന്ന അമ്പലത്തിൽ ചെന്നാൽ ആ ഗ്രന്ഥം ഇരിപ്പുണ്ട്. ഇപ്പൊ മനുസ്മൃതിയെ പറ്റി പറയുകയാണ്. അപ്പൊ മനുസ്മൃതി അവിടെ മേടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അവര് പറഞ്ഞ ശ്ലോകം അതിനകത്തുണ്ടോ ഇല്ലയോ എന്നൊന്ന് പരിശോധിച്ചുകൂടെ? വേദത്തെ ആക്ഷേപിക്കുമ്പോൾ വേദത്തിൽ അങ്ങനെ ഒരു ശ്ലോകം ഉണ്ടോ ഇല്ലയോ എന്ന് ഓരോ ഭക്തജനത്തിനും പരിശോധിക്കാനുള്ള, പഠിക്കാനുള്ള ഒരു താല്പര്യം ഉണ്ടാവില്ലേ? ഇനി ഒരു ചോദ്യം വരും, ഇതൊക്കെ ആര് പോകുമെന്ന്. നിങ്ങൾ വെക്കുമ്പോഴല്ലേ പോകത്തുള്ളൂ. ആഹാരം വെച്ച് വെച്ചെങ്കിലേ ഉണ്ണാൻ ആൾ വരത്തുള്ളൂ. അപ്പൊ നമ്മള് സപ്താഹയജ്ഞങ്ങളിൽ കാണുന്ന കണക്കില്ലേ, ആഹാരം വെച്ച് വെച്ചാൽ ഉണ്ണാൻ ആൾ വരും.
അപ്പൊ വളരെ സ്വാഭാവികമാണ്. അതുകൊണ്ട് ശരിയാണ്. ലൈബ്രറി വളരെ പ്രവർത്തനം. ശരിയാണ്. ഇങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടെങ്കിലല്ലേ ആൾക്കാർ അറിയത്തുള്ളൂ. അത് വളരെ ശരിയാണ്. എന്നാൽ വളരെ ശരിയാണ്. എനിക്കറിയാം പല ക്ഷേത്രങ്ങളിൽ ലൈബ്രറി ഉണ്ട്, ഇത് ജനങ്ങൾക്ക് തൊടാൻ പറ്റില്ല. ഉദാഹരണത്തിന് ഞാൻ ആധ്യാത്മിക പാഠം പഠിച്ചത് പുനലൂര് പുതിയടത്ത് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലാണ്. അവിടെ പണ്ട് മുതലേ ഒരു ലൈബ്രറി ഉണ്ട്. പക്ഷെ അതില് ഒരു പുസ്തകത്തിലും തൊടാൻ പറ്റില്ല. അതൊന്നും വളർത്തിയിട്ടില്ല. ഇപ്പൊ ആ പുസ്തകങ്ങളൊക്കെ തൊട്ടാ പൊടിഞ്ഞു പോകും. ആ അവസ്ഥയായി. അത് ഒരാൾക്ക് പോലും എടുക്കാൻ പറ്റില്ല. അപ്പൊ അതിനുള്ള സംവിധാനം ഒരുക്കുന്നില്ല. അപ്പൊ ഓരോ ക്ഷേത്രത്തിലും സനാതനധർമ്മവുമായി ബന്ധപ്പെട്ട ഗ്രന്ഥങ്ങൾ, ഇനി അമ്പലത്തിലെ ലൈബ്രറി ആണെന്നും പറഞ്ഞുകൊണ്ട് ചില പ്രത്യേക ഗ്രന്ഥങ്ങളൊന്നും കൊണ്ട് വെക്കാനല്ല ഈ പറയുന്നത്. അവിടെ വെക്കേണ്ടത് സനാതനധർമ്മവുമായി ബന്ധപ്പെട്ട, ക്ഷേത്രാചാരവുമായി ബന്ധപ്പെട്ട ഗ്രന്ഥങ്ങളായിരിക്കണം. അങ്ങനെ വരുമ്പോൾ ആ ഗ്രന്ഥങ്ങൾ നോക്കി പഠിക്കാനും വായിക്കാനും സംശയങ്ങൾ തീർക്കാൻ, ഒരുപക്ഷെ എന്നും വന്നിരുന്ന് വായിച്ചില്ലെങ്കിലും ഒന്ന് സംശയം തീർക്കാനെങ്കിലും അതൊന്ന് എടുത്തു നോക്കാൻ വരും. അപ്പൊ അവിടെ ഒരു ചെറിയ ചർച്ച നടക്കും. എപ്പോഴും സംവാദമുണ്ടെങ്കിൽ അറിവ് പകർന്നു കൊടുക്കപ്പെടും, അറിവ് നേടപ്പെടും. അപ്പൊ അതുകൊണ്ട് ഒരു ലൈബ്രറി സംവിധാനം ഉണ്ടാവുന്നത് ഉത്തമമാണ്. പിന്നീട് ആധ്യാത്മിക പാഠശാലകൾക്കും അംഗങ്ങൾക്കും സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നാൽ, ഒരു ആപത്ത് വന്നാൽ പരസ്പരം സഹായിക്കാൻ ഒരു സംവിധാനം ക്ഷേത്രങ്ങൾ വഴി ഉണ്ടാവണം. ഓരോ ക്ഷേത്രത്തിനും ചുറ്റുവട്ടത്തുള്ള ഭക്തജനങ്ങളുടെ പരിപൂർണ വിവരം അടങ്ങുന്ന ഒരു രേഖ ക്ഷേത്രത്തിൽ ഉണ്ടാവണം. ആ ക്ഷേത്രത്തിൽ വരുന്ന ഭക്തർ ആരാണെന്ന് അറിയണം. അവർക്ക് നാളൊരു വിഷയം വന്നാൽ അവിടെ ഓടിയെത്താൻ ഈ ഉപദേശ സമിതികൾക്ക് കഴിയണം. അങ്ങനെ ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ ക്ഷേത്രം ഒരു അനിവാര്യ ഘടകമായി മാറണം. അപ്പൊ അത്തരത്തിലേക്ക് ഇതിനെ മാറ്റിയെടുക്കണമെങ്കിൽ അതിനും ആധ്യാത്മിക പാഠശാല പ്രവർത്തനം ഉണ്ടെങ്കിൽ വളരെ എളുപ്പമാണ്. അതായത് ആ ചുറ്റുവട്ടത്തുള്ളവർ അല്ലെങ്കിൽ ആ ക്ഷേത്രങ്ങളിൽ എത്തുന്നവർക്ക് ഒരു കൗൺസിലിംഗ്, പ്രബോധനം നൽകാനുള്ള ഒരു കേന്ദ്രം കൂടിയായിട്ട് ക്ഷേത്രങ്ങളിൽ മാറണം അല്ലെ? ക്ഷേത്രങ്ങൾ മാറണം. ഇത്തരത്തിലുള്ള തീർച്ചയായിട്ടും നമ്മൾ കൃത്യമായി പറയുന്നു, ഞാൻ ക്ഷേത്രത്തെ കാണുന്ന ഒരു കാഴ്ചപ്പാട് 4 കാര്യങ്ങളാണ്: ആധ്യാത്മികം, സാംസ്കാരികം, സാമൂഹികം, സേവനം. ഈ 4 കാര്യങ്ങളിലും ക്ഷേത്രത്തിന് ബാധ്യതയുണ്ട്, ക്ഷേത്ര ഭാരവാഹികൾക്ക് ബാധ്യതയുണ്ട്. ദേവന്റെ ഇങ്ങോട്ട് താന്ന് മാത്രമല്ല പറയേണ്ടത്. ആ ദേവനെ ഭജിച്ച് അല്ലെങ്കിൽ ദേവന് വേണ്ടി പ്രവർത്തിക്കുന്ന, ദേവനെ ഭജിക്കാൻ വരുന്ന ആൾക്കൊരു ബുദ്ധിമുട്ട് വന്നാൽ ആ ആളിനെ സഹായിക്കാനുള്ള ഉത്തരവാദിത്വവും ക്ഷേത്രങ്ങൾക്കുണ്ട്. എന്നാൽ ചോദിക്കും, ഇന്ന് പല ഞാനിപ്പോ സപ്താഹം നടത്തുന്ന ക്ഷേത്രങ്ങളിൽ ചെന്നാല് നിർബന്ധമായി പറയും, ഒരു 10 പേർക്കെങ്കിലും ധനസഹായമോ രോഗികൾക്ക് സഹായമോ കൊടുക്കണമെന്ന് പറയും. പല ക്ഷേത്രങ്ങളും കൊടുക്കാറുണ്ട്. അതിൽ കൂടുതലും പ്രൈവറ്റ് ക്ഷേത്രങ്ങളാണ് കൊടുക്കുന്നതെന്നുള്ളതാണ് യാഥാർത്ഥ്യം. പിന്നെ ദേവസ്വം ബോർഡ് ക്ഷേത്രത്തിൽ ഒരു ഭക്തന്റെ ഒരു പരിപാടി നടത്താൻ പറ്റില്ല. അതോടെ വളരെ പരിഗണിക്കുന്ന ഒരു വിഷയമാണ്. നമ്മളിപ്പോ അവിടെ ചെന്ന് പറയാം, ഞാൻ ഫ്രീ ആയിട്ട് ഇവിടെ ഒരു പരിപാടി നടത്താം എന്ന് പറഞ്ഞാൽ 100 പേപ്പർ നടക്കണം. എന്നുവെച്ചാൽ ഒരാളും പോയി അവിടെ ഒരു ആധ്യാത്മിക പ്രവർത്തനം നടത്തരുത്. അതിന് നമ്മളെ എത്ര ബുദ്ധിമുട്ടിക്കാമോ അത്രയും ബുദ്ധിമുട്ടിക്കും. ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇപ്പോ അവിടെ ഒരു ഓഡിറ്റോറിയം ഉണ്ട്. ആ ഓഡിറ്റോറിയത്തിൽ ഒരു ഭഗവത്ഗീത സത്സംഗം നടത്തണമെന്ന് പറഞ്ഞ് ചെന്നാൽ, നിങ്ങൾ ആദ്യം അപേക്ഷ തരൂ, പിന്നെ ആ അപേക്ഷ ഞങ്ങൾ ബോർഡിൽ അയക്കട്ടെ, അതിന് അനുവാദം കിട്ടട്ടെ. അപ്പൊ ഒരു ഭഗവത്ഗീത വായിക്കാനോ പഠിക്കാനോ പോലുമുള്ള അവസരമില്ല. ഇപ്പം പ്രത്യേക നിയമമുണ്ട്, പുറത്തുനിന്നുള്ള ഒരു സംഘടനകളും വന്ന് അവിടെ പരിപാടി നടത്തരുത്. എന്തിനു പറയണം? ശ്രീകോവിലിന് പിന്നെ തിരുമുറ്റത്ത് കടന്നു കഴിഞ്ഞെങ്കിൽ, ക്ഷേത്രത്തിനുള്ളിൽ കടന്നു കഴിഞ്ഞാൽ ഉറക്ക സംസാരിക്കരുത്. ഇതൊക്കെ ഇപ്പൊ നിയമമുള്ളതല്ലേ? അപ്പൊ ഇതൊക്കെ നമ്മളെ നിശബ്ദരാക്കുകയും ഒപ്പം തന്നെ പ്രതികരിക്കാനുള്ള ശേഷി നമ്മളെ ഇല്ലാതാക്കുകയും ചെയ്യുന്നൊരു വ്യവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ സത്യത്തിൽ ഹിന്ദു ഭീരുക്കളാണോ എന്ന് പലപ്പോഴും നമുക്ക് തോന്നിപ്പോയിട്ടുണ്ട്. ഇത്തരം ഉത്തരവുകൾ വരുമ്പോൾ അതിനെ നിർലജ്ഞം അങ്ങ് അംഗീകരിക്കുക. ഒന്ന് പ്രതികരിക്കാൻ പോലും നമുക്ക് കഴിയുന്നില്ല. പ്രതികരിക്കുന്നവരെ പ്രത്യേക പേരിലേക്ക് മാറ്റും. അത് എന്താണെന്ന് വെച്ചാൽ അങ്ങ് മതപഠനശാലയിലൂടെ അറിവ് നേടിയത് കൊണ്ടാണ് അങ്ങ് പ്രതികരിക്കുന്നത്. വിപ്രാഹ സന്തു നിർഭയ എന്നാണല്ലോ. അറിവുള്ളവനെ പ്രതികരിക്കാൻ ഭയമില്ല. അതുകൊണ്ടാണ് അങ്ങ് പ്രതികരിക്കുന്നത്. പക്ഷെ ആ അറിവ് പോലും നേടാനുള്ള ഒരു അവസരം കൊടുക്കുന്നില്ല. എന്താണ് ഹിന്ദുധർമ്മം എന്ന് പഠിക്കാനുള്ള അവസരങ്ങള് ഇതുപോലെയുള്ള ദേവസ്വം ബോർഡ് അധികാരികൾ കൊടുക്കുന്നില്ല ഹിന്ദുക്കൾക്ക്. അതുകൊണ്ടാണ് അവർക്ക് പ്രതികരിക്കാൻ സാധിക്കാത്തത്. അങ്ങേപോലെയുള്ളവരുടെ പ്രതികരണം കണ്ടിട്ടെങ്കിലും ഹൈന്ദവ സംഘടനകൾ മുന്നോട്ട് വന്ന് ഈ വിഷയം പൊതുസമൂഹത്തിൽ ഉയർത്തി ഇതിന് ശക്തമായിട്ടുള്ള ഒരു ഉത്തരവ് നേടിയെടുക്കണം, അല്ലെങ്കിൽ പരിഹാരം ഉണ്ടാക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. മറ്റെന്തൊക്കെയാണ് അങ്ങേക്ക് ഹൈന്ദവ സംഘടനകളോടും ഭക്തരോടും പറയാനുള്ളത്? അല്ല, അത് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മള് ഈ ഒരു ഭാഗത്തെ മാത്രം കുറ്റപ്പെടുത്തിയൊരു കാര്യമില്ല. ദേവസ്വം ബോർഡിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് ചോദിച്ചു വാങ്ങാനുള്ള ഒരു ആർജവം കൂടി ഭക്തര് കാണിക്കണം. അല്ലെങ്കിൽ ഭക്തരെ പ്രതിനിധീകരിച്ചുകൊണ്ട് സംസാരിക്കുന്ന ആളുകൾ കാണിക്കണം. അതും ഒരു വലിയ ഘടകമാണ്.
നമ്മൾ ഈ എന്നും ഞങ്ങൾക്ക് കിട്ടുന്നില്ലെന്ന് മാത്രം പറഞ്ഞാൽ പോരാ. ഇല്ല, തന്നില്ലെങ്കിൽ പിടിച്ചു വാങ്ങാനുള്ളൊരു ആർജവം കൂടെ നമുക്ക് ഉണ്ടാവണം. ഞാൻ പറഞ്ഞില്ലേ, ഈ പ്രവർത്തിക്കാൻ ചെല്ലുന്നവരെ ഇവർ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നിരുത്സാഹപ്പെടുത്തുക. അതിലൊരു എന്നെ നിരുത്സാഹപ്പെടുത്തുക, ഞാൻ നിരുത്സാഹപ്പെടുന്ന ഒരാളല്ലാത്തത് കൊണ്ട് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, മതപാഠശാല ആഫീസ് ആക്രിപ്പുരയാക്കിയപ്പോൾ എനിക്കത് അവിടെ ചെന്ന് കണ്ടപ്പോൾ വേദനയുണ്ടായി. കാരണം ഇങ്ങനൊരു ആഫീസ് മുറി അനുവദിപ്പിക്കാൻ പെട്ട പാട് എനിക്കറിയാം. ഏറ്റവും കൂടുതൽ അതിന് ഓടി ബുദ്ധിമുട്ടിയത് ഞാനാണ്. ഒടുവില് എന്തിനു പറയണം, ഒരു പേപ്പർ വിവരാവകാശ പ്രകാരം ആവശ്യപ്പെട്ടപ്പോൾ ആ പേപ്പർ വാങ്ങാനായിട്ട് ചെന്നപ്പോ തരത്തില്ല. ഒടുവിൽ എന്നെ പോലീസ് കേസിൽ പെടുത്താൻ നോക്കി അവിടുത്തെ സ്റ്റാഫുകൾ. ഇനി മറ്റൊന്നുകൂടെ പറഞ്ഞാൽ അതിനെക്കാട്ടി അത്ഭുതം എന്നറിയോ, ഈ മണ്ണടി പൊന്നമ്മ ടീച്ചറും പ്രയാർ ഗോപാലകൃഷ്ണൻ സാറും ഞാനും ഒക്കെ കൂടെ ആത്മാർത്ഥ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞങ്ങളെ 3 പേരെയും ചേർത്തുകൊണ്ട് മ്ലേച്ഛമായ രീതിയിൽ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട ദേവസ്വം ഉദ്യോഗസ്ഥനുണ്ട്. ഒടുവിൽ അത് സംബന്ധമായിട്ട് വനിതാ കമ്മീഷൻ ഉൾപ്പെടെ പരാതി കൊടുത്തു. ആ പരാതി കൊടുത്ത ഒരു ദേവസ്വം ബോർഡ് മെമ്പറുടെ ആളായിരുന്നു, അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് വിങ്ങിലുള്ള ആളായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് പിന്നെ അവസാനം നിവൃത്തി കെട്ടവിടുന്ന് മാറ്റേണ്ടി വന്നു, അത് വേറെ കാര്യം. അപ്പൊ ഇങ്ങനെ ആക്ഷേപിച്ചപ്പോ പോലും ഒരു ഹിന്ദു സംഘടന മിണ്ടിയില്ല. എന്ന് വെച്ചാൽ ഇവിടുത്തെ ഹൈന്ദവ ആധ്യാത്മിക മേഖലയിൽ ശബ്ദമുയർത്തുന്നവർക്ക് ഏതെങ്കിലും മേഖലയിൽ നിന്നും ഒരു ബുദ്ധിമുട്ട് വന്നാൽ സഹായിക്കാൻ പോലും ആളില്ലാത്ത സ്ഥിതിയാണ്. പിന്നെ ഹിന്ദുവിന് വേണ്ടി എന്തൊക്കെയോ ചെയ്യുന്നു ആരൊക്കെയോ പറയുന്നുണ്ട്. അതല്ല, ഞങ്ങളിൽ കൂടി മാത്രമേ നമ്മുടെ ഹൈന്ദവ പ്രമാണങ്ങൾ പറയുന്ന ഒരു വരി വളരെ പ്രസക്തമാവുകയാണ്. സംഘേ ശക്തേ കലിയുക എന്നാണ് അല്ലെ. കലികാലത്തിൽ സംഘടിച്ചാണ് ഹിന്ദു ശക്തരാകേണ്ടത് എന്നുള്ള ഒരു പോയിന്റ് അങ്ങ് പറയുന്ന ഈ വാക്ക് കേൾക്കുമ്പോൾ പറയാതിരിക്കാൻ സാധിക്കുന്നില്ല. ഒരു ഹിന്ദുവിന് ഒരു പ്രശ്നം വന്നാൽ ഹൈന്ദവ സംഘടനകളും ഹിന്ദുക്കളായിട്ടുള്ള ഭക്തരും ഒന്നിച്ചു നിൽക്കേണ്ടതിന്റെ പ്രാധാന്യമാണ് അങ്ങ് ഇപ്പോൾ പറഞ്ഞ ഈ വിഷയം കേൾക്കുമ്പോൾ പറയാൻ തോന്നുന്നത്. തുടർന്നോളൂ. അവിടെ ഒരു വലിയ പ്രത്യേകത അറിയാമോ? അയാൾക്ക് എന്താ പ്രശ്നം ഉണ്ടായത്? അയാൾ ഇന്ന സംഘടനകളാണ് വിട്ടേരെ. അവിടെ സംഘടനയാണ് നോക്കേണ്ടത്. ആ ആള് ശബ്ദിക്കുന്ന ആർക്ക് വേണ്ടിയാണ്? ഹിന്ദുവിന് വേണ്ടിയാണെങ്കിൽ ആ ഒരു നിലയ്ക്ക് ചിന്തിക്കണം. അതുപോലെ തന്നെ ഭഗവാൻ കൃഷ്ണൻ എന്താ പറഞ്ഞേ? തസ്മാത് സർവേഷു കാലേഷു മാം അനുസ്മര യുദ്ധജ. നീ എല്ലാ സമയത്തും എന്നെ അനുസ്മരിച്ചുകൊണ്ട്, എന്നെ ഓർത്തുകൊണ്ട്, എന്നെ മുന്നിൽ നിർത്തിക്കൊണ്ട് നീ പ്രവർത്തിച്ചോ എന്ന് പറഞ്ഞ ആ വാക്കുകള് സമൂഹത്തിലേക്കൊന്ന് എത്തണ്ടേ? അപ്പൊ അത് ഉണ്ടാവണം. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഹൈന്ദവ സമൂഹത്തിലുള്ള സംഘടനകൾക്ക് ആദ്യം ഒരു ഏകീകരണം. ഓരോ ദിവസവും സംഘടന ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുക, അതിന് കുറവൊന്നുമില്ല. ഓരോ ദിവസവും ഓരോ സംഘടന ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഇനി ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ അത് അവരുടെ കാര്യം, ആ സംഘടനയുടെ കാര്യം. ഇവിടെ സംഘടനയേക്കാൾ പ്രാധാന്യം നമ്മുടെ സമൂഹത്തിന്റെ ഉയർച്ചയ്ക്ക് നിലനിൽപ്പിനുമാണ് എന്ന് കരുതാൻ ഈ സംഘടനാ നേതൃത്വത്തിന് കഴിയാത്തതാണ് പ്രശ്നം. ഞാൻ ആരുടെയും പേര് പറയുന്നില്ല. ഈ ക്ഷേമനിധി ബോർഡുമായി ബന്ധപ്പെട്ട ഒരു ഹിന്ദു സംഘടനയുടെ നേതാവിനോട് ഞാൻ നേരിട്ട് സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞ വാക്ക് ഇത് തന്നെയാണ്. നമ്മളെന്തിനാ ക്ഷേമനിധി ബോർഡ് ഉണ്ടാക്കാൻ പോന്നെ? കേന്ദ്രത്തിന്റെ അസംഘടിത ക്ഷേമനിധി ബോർഡ് ഇല്ലേ, അതിൽ ചേർന്നാ പോരെന്ന്. അപ്പൊ അവരും ആഗ്രഹിക്കുന്നത് എന്താണ്? ഞാൻ ഇതാരെ കുറ്റപ്പെടുത്തുമല്ല കേട്ടോ, പക്ഷേ അദ്ദേഹമൊക്കെ ഇത് കേൾക്കുന്ന ഒന്ന് ചിന്തിക്കണം. എന്നെ ഏറെ വേദനിപ്പിച്ചൊരു കാര്യമാണത്. അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു അദ്ദേഹം. അത് കഴിഞ്ഞ് ഞാൻ വിവരാവകാശ പ്രകാരം റെക്കോർഡ് എടുത്തപ്പോ അവരും പറഞ്ഞ അതേ പോയിന്റ്. രണ്ടിനും വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പൊ നമ്മളിത് ആരെയും വിഷമിപ്പിക്കാനൊന്നും പറഞ്ഞല്ല, ഇതൊരു യാഥാർത്ഥ്യമാണ്. ആദ്യം ഹൈന്ദവ സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണോ ആ ആളുകളെ അംഗീകരിക്കാനും ഉൾക്കൊള്ളാനും ഒരു ബുദ്ധിമുട്ട് വന്നാൽ സംരക്ഷിക്കാൻ ഒരു സമൂഹമുണ്ടെന്നൊരു ബോധ്യം കൊടുക്കാനും കഴിയണ്ടേ? ഇതിപ്പോ ഞാൻ പറഞ്ഞില്ലേ, ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥൻ വിചാരിച്ചപ്പോ ഞങ്ങൾ സ്പ്ലിറ്റ് ഉണ്ടാക്കി. എന്തെങ്കിലും ഇത്തിരി ആനുകൂല്യവും ഒരു സ്ഥാനവും കിട്ടുമെന്ന് കണ്ടപ്പോൾ അതും തേടിപ്പോയ ആളുകളുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് ആ മതപാഠശാല ആഫീസ് ആക്രിപുരയായത്. ഒരുപക്ഷെ ശക്തമായിട്ട് അന്നേ ആ കൂട്ടായ്മ നിലനിന്നിരുന്നെങ്കിൽ ഒരിക്കലും അതങ്ങനെ സംഭവിക്കില്ലായിരുന്നു. പിന്നെ മറ്റൊന്ന്, പിന്നെ നമ്മൾ പറയുന്നു അപ്പൊ ഈ സഹായങ്ങൾ ചെയ്യാൻ ക്ഷേത്രങ്ങൾ തയ്യാറാവണം. അതാണ് ആധ്യാത്മികം, സാംസ്കാരികം, സാമൂഹികം, സേവനം. ഈ 4 കാര്യങ്ങളിലും ക്ഷേത്രങ്ങൾ തനതായ ഉത്തരവാദിത്വം നിർവഹിക്കണം. പിന്നീട് ആചാര അനുഷ്ഠാനങ്ങളിൽ ബോധവൽക്കരണം നടത്തണം. അത് നമ്മൾ തെരുവിൽ ഇറങ്ങി നടത്തിയിട്ട് കാര്യമില്ല. തെരുവിൽ നടത്തേണ്ടത് തെരുവിൽ നടത്താം. പക്ഷെ എങ്കിലും ക്ഷേത്രങ്ങളിൽ ഒരാചാര്യം ഇപ്പൊ ഉടുപ്പിട്ട് കയറരുതെന്ന് പറയുന്നതിന് എന്താണ് പൊരുളെന്നൊരാൾ ചോദിച്ചാൽ ബോർഡ് വെച്ചാൽ മതിയല്ലോ, പോരല്ലോ. ഞാൻ പറയുന്നു, ഓരോ ഹിന്ദുവും ചോദിക്കണം. ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ അവിടെ ബോർഡ് വെച്ചിരിക്കുന്നു ഷർട്ടിട്ട് കയറരുത് എന്ന് പറയുമ്പോൾ അവിടെ ഇരിക്കുന്ന സബ് ഗ്രൂപ്പ് ഓഫീസറോട് ചോദിക്കണം, സാർ എന്തിനാ ഈ ബോർഡ് ഇങ്ങനെ വെച്ചത്, ഇതിന്റെ തത്വം എന്താണ്, പൊരുൾ എന്താണ് ഇത് ചോദിക്കണ്ടേ? അങ്ങനെ ചോദിക്കുമ്പോഴായിരിക്കും ഇവരും അതിനെപ്പറ്റി അന്വേഷിക്കാനെങ്കിലും
ഒന്ന് തയ്യാറാവുന്നേ. അപ്പൊ ആചാരാനുഷ്ഠാനം എന്തിനാണ്? അതിന്റെ പ്രാധാന്യം എന്താണ്? അപ്പൊ ആചാരാനുഷ്ഠാനങ്ങളിലുള്ള ഭക്തജനങ്ങളുടെ അറിവില്ലായ്മ ഇന്ന് ക്ഷേത്രങ്ങളിൽ മാത്രമല്ല നമ്മുടെ സമൂഹത്തിൽ അന്ധവിശ്വാസങ്ങൾ വർദ്ധിപ്പിക്കുന്നുണ്ട്. ഇതിന് പരിഹാരവും നമുക്ക് ആധ്യാത്മിക പാഠശാലയാണ്. കാരണം അതിൽ കൂടി നമുക്ക് ഈ ആധ്യാത്മിക ആചാരാനുഷ്ഠാനങ്ങളുടെ പ്രാധാന്യം പഠിപ്പിക്കാൻ പറ്റും. അപ്പൊ അന്ധവിശ്വാസരഹിതമായ ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ ആധ്യാത്മിക പാഠശാലകൾ ക്ഷേത്രത്തിൽ അത്യന്താപേക്ഷിതമാണ്. അതുണ്ടാവണം. അതുപോലെ തന്നെ ക്ഷേത്രവിശ്വാസികൾ അന്ധവിശ്വാസികളായിട്ട് മാറുന്നെങ്കിൽ അതിന്റെ വലിയൊരു ഉത്തരവാദിത്വം ഈ പറയുന്ന ഹൈന്ദവ പ്രസ്ഥാനങ്ങൾക്കുണ്ട്. ഒരു ഏകീകരണമില്ല. അതുണ്ടാവാൻ സാധ്യത കുറവാണ്. കാര്യം എന്താണ്? പല ഗ്രന്ഥങ്ങളിൽ പലതരത്തിൽ പറഞ്ഞിരിക്കുന്നു. എങ്കിലും ഒരു കോമൺ സിസ്റ്റം എങ്കിലും ആവിഷ്കരിക്കാൻ നമുക്ക് സാധിക്കണ്ടേ? ആഴത്തിൽ ഇറങ്ങിപ്പോകുന്ന അവിടെ നിൽക്കട്ടെ. ഏറ്റവും മുകൾ തട്ടിലെങ്കിലും ഒരു മിനിമം ആചാര പദ്ധതി ക്ഷേത്രത്തിൽ ചെന്നാൽ പാലിക്കേണ്ടതാണ്. അത് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് ആധ്യാത്മിക പാഠശാല ഉണ്ടെങ്കിൽ ബാല്യത്തിൽ സാധിക്കും. പ്രഹ്ലാദൻ പറഞ്ഞതുപോലെയാണ്, കുട്ടികളായാൽ ചെറിയ നാളെ മുതൽ ഭാഗവത ധർമ്മനീതികൾ പാലിച്ചു കൊള്ളുക വേണം. അതും ഒരു നാണയത്തിന്റെ രണ്ട് വശം പോലെ, അല്ലെങ്കിൽ ഒരു പക്ഷിക്ക് പറക്കണമെങ്കിൽ രണ്ട് ചിറകും തുല്യശക്തിയുള്ളതായിരിക്കണം, എങ്കിലേ ഉയർന്നു പറക്കാൻ പറ്റൂ. ഹൈന്ദവ വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് ഉയർന്നു പറക്കാൻ സാധിക്കാത്തതിന്റെ ഒരു കാരണം അവന്റെ ഒരു ചിറക് മാത്രമേ രക്ഷകർത്താക്കള് വളർത്തുന്നുള്ളൂ. അവന്റെ രണ്ട് ചിറകും വളരണം. അവൻ ആധ്യാത്മികവും വേണം, ഭൗതികവും വേണം. ഇത് രണ്ടും നമുക്ക് രണ്ടല്ല. അല്ല, ഹിന്ദു കുട്ടികള് നാട് വിട്ടുപോകുന്ന, നമ്മുടെ ഭാരതം വിട്ടുപോകുന്നതിന് തന്നെ ഒരു കാരണം ഇതാണ്. അവർക്ക് അവരുടെ രാജ്യത്തിനോട് സ്നേഹം തോന്നാനുള്ള ഒരു മൂല്യങ്ങളും ഹൈന്ദവരായിട്ടുള്ള മാതാപിതാക്കള് പഠിപ്പിച്ചു കൊടുക്കുന്നില്ല. എങ്കിൽ മാത്രമല്ലേ നമ്മുടെ സംസ്കാരം എന്താണ്, പാരമ്പര്യം എന്താണ് എന്നുള്ളത് മനസ്സിലാവുകയുള്ളൂ. അങ്ങ് പറഞ്ഞ ആ ഒരു വിഷയം വളരെ ഗൗരവതരമായിട്ടുള്ള ഒരു വിഷയമാണ്. അതിന് ദയവായിട്ട് എല്ലാ ഹൈന്ദവ സംഘടനകളും ഇത് ശ്രദ്ധിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഈ ഒരു വിഷയത്തിലേക്ക്.